താങ്ക് യു സാർ. ആദ്യമായി എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് സാറിനോട് സോ മെനി താങ്ക്സ് പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഫൗണ്ടറായ TCG സാറിനെയും എല്ലാ പ്രമുഖരായ സ്റ്റാർ റൂബി, സഫയർ, അങ്ങനെ എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, അങ്ങനെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ എല്ലാം ശിരസ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ തന്ന നിമിഷത്തിലേക്ക് കടക്കട്ടെ. എന്നെ സ്വയം ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷേർലി. ഞാൻ സാറ് പറഞ്ഞതുപോലെ പത്തനംതിട്ട സ്വദേശിയാണ്. ഏകദേശം 34 വർഷമായി ഞാൻ തൃശ്ശൂർ എത്തിയിട്ട്. പത്തനംതിട്ട അയ്യപ്പന്റെ നാടാണ് എൻ്റെ സ്വന്തം നാട്. പന്തളമാണ് എൻ്റെ വീട്. എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് കുമ്പഴയാണ്. അവിടുന്ന് ഗുരുവായൂരപ്പന്റെ നാടായ തൃശ്ശൂരിന്റെ ഗുരുവായൂരപ്പന്റെ നാടായ ഗുരുവായൂരിൽ ഞാൻ വീട് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 12 വർഷം. അങ്ങനെ അയ്യപ്പന്റെ നാട്ടിൽ നിന്ന് വന്ന ഗുരുവായൂരപ്പന്റെ നാട്ടിൽ ഒരു വീടും വെച്ച് അമ്മയോടൊപ്പം സുഖമായി ജീവിക്കുന്നു. എൻ്റെ ഫാമിലി പറയുകയാണെങ്കിൽ എനിക്ക് ഹസ്ബൻഡ്, മകള്, അമ്മ, അതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡ് വിദേശത്താണ്. അതോടൊപ്പം മകളും കൊച്ചി അമൃതയിൽ പഠിച്ച കുട്ടിയാണ്, അവളും വിദേശത്താണ്. ഞാനും അമ്മയും മാത്രമാണുള്ളത് വീട്ടില്. പിന്നെ 33 വർഷം, ഏകദേശം 32 വർഷവും 8 മാസവും ഗവൺമെന്റ് സർവീസിൽ ജോലിയുണ്ട്. വളരെ ചെറുപ്പത്തിലെ ഞാൻ പത്തനംതിട്ടയിൽ നിന്നും പോകുന്നതാണ്. എന്നിട്ട് തൃശ്ശൂർ എത്തുകയാണ്. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞോണ്ട് തൃശ്ശൂർ ഗുരുവായൂരായതുകൊണ്ട് ഇവിടുന്ന് പോകാൻ എനിക്ക് തോന്നിയില്ല. സത്യം അതാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ മേടിച്ച് പോകാമായിരുന്നു. പിന്നെ തൃശ്ശൂർ ഒരു വീട് വെച്ചു, അങ്ങനെ താമസിക്കുന്നു. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം അവിചാരിതമായി RCMൽ വന്ന ഒരു വ്യക്തി. RCM ഒന്നും എനിക്കറിയില്ലായിരുന്നു. ബിനിസാറ് പറഞ്ഞതുപോലെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. പിന്നെ ന്യൂട്രീഷ്യൽ ഫുഡിനെ പറ്റിയും അറിയില്ല, ഒന്നും അറിയില്ല. ഒരു സാധാരണ ഉദ്യോഗത്തിൽ നന്നായി ജോലി ചെയ്തിരുന്ന വ്യക്തി. അതെനിക്ക് എടുത്തു പറയത്തക്ക ഒരു ഗുണമായിരുന്നു. DMO, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ തൊട്ട് താഴെ ഒരു 4-5 പോസ്റ്റിന് താഴെയായിരുന്നു എൻ്റെ പോസ്റ്റ്. അത്രയും ഒരു 100-500 പേരുടെ ഒരു സൂപ്പർവൈസർ ആയിരുന്നു. ഒരു ബ്ലോക്കിൽ ഏകദേശം ഒരു 100-500 പേരോളം വരും. അവരുടെ ഒരു സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ അത്ര നന്നായി ചെയ്ത, അത്ര റിസ്ക് ഉള്ള ഒരു ജോലിയായിരുന്നു. ആ ജോലിയൊക്കെ ഒരു 10 വർഷത്തോളം കൊണ്ട് നടന്നു. 2021 മാർച്ച് 31 റിട്ടയർഡ് ആയി. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് 3 വർഷം. ഈ 31 ആവുമ്പോ ആകും. സുഖസുന്ദരമായി പോയി 2 വർഷം. അങ്ങനെ എന്നും RCM ഷോപ്പ്, കേച്ചേരി വാവാസ് RCM ഷോപ്പാണ് എൻ്റെ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വരാനുണ്ടായ കാരണം, എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ ഒരു അസോസിയേറ്റ്, എൻ്റെ അപ്ലൈൻ ലീഡറായ രമ്യ ജിജുവിനെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പുള്ളിയിൽ സ്വദേശി എന്ന വാക്ക് കണ്ട് ഞാൻ ആ ഷോപ്പിലേക്ക് കയറുകയും പതഞ്ജലി പോലെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. RCM എനിക്കറിയില്ല. ഒരു ഫുഡ് ക്രീം ഞാൻ നേരത്തെ RCMൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫുഡ് ക്രീം ഉപയോഗിച്ചിരുന്നു. അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് എൻ്റെ കാലിന്റെ, ഞാൻ ഉപയോഗിച്ച ഫുഡ് ക്രീം പഴയതാണ്. അത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് കാണിക്കും. ഇതാണ് ഞാൻ ഉപയോഗിച്ച ഫുഡ് ക്രീം. അത് ഞാൻ നോക്കി, എൻ്റെ കാലിൽ ഒരു ചെറിയ വിള്ളല് വന്നപ്പോൾ ഞാൻ വളരെ നീറ്റായി കാല് നോക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് RCM എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. മകളോട് ചോദിച്ചു, ഇത് എവിടുന്നാ നീ മേടി? അപ്പൊ നമ്മ എടപ്പള്ളിയിലുള്ള ഒരു കടയിൽ നിന്നാണ്. അവൾക്ക് RCM ഒന്നും അറിയാതെ അവള് മേടിച്ച വളരെ നല്ല എഫക്റ്റീവായ ഒരു ക്രീമായി തോന്നി. അന്നേരം ഈ ഷോപ്പിന്റെ മുന്നിൽ കൂടെ പോകുമ്പോഴും അതൊന്നും എനിക്ക് ക്ലിക്കായില്ല. ഞാൻ സ്വദേശി, ആ വാക്ക് എന്നെ വളരെയധികം ഹർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ കയറി അലോവേര ക്രീം ചോദിച്ചു. അപ്പൊ രമ്യ എനിക്ക് ഓടി നടന്നുണ്ട്. അപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് പോലൊക്കെ തോന്നി. ഞാൻ അലോവേരയൊക്കെ മേടിച്ചു പോന്നു. പിന്നെ രമ്യ പറഞ്ഞു, അതിൽ ഞാൻ ആകൃഷ്ടയായി. അതിൽ പ്രൊഡക്റ്റ് എടുത്തു. 2000 രൂപ ഞാൻ അറിയാതെ എടുത്ത് ജോയിൻ ആവുക ചെയ്തു. ജോയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതും കഴിഞ്ഞ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് നമ്മുടെ ഗുരുനാഥനായ ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇതിലുണ്ട് എന്ന് മനസ്സിലായി. അതിലുപരി അതിനോട് ഞാൻ ജനുവരി 23 ഒരു വർഷം കഴിഞ്ഞു RCMൽ വന്നിട്ട്. ആ സമയത്ത് തന്നെ മാർച്ചിൽ കേച്ചേരി ലാമരിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ദിശ ഒരു പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിൽ ഞാൻ ബിഗിനറോ സ്റ്റാർട്ടറോ ആയിരുന്നു. അവിടെ വെച്ച് സാറിനോട് സ്റ്റേജിൽ കയറണമെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കതൊന്നും എന്താണെന്നൊന്നും മനസ്സിലായില്ല. വെറുതെ ഞാൻ നിന്നു, കയറി എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം ഒരു അറിവൊന്നും ഒന്നും ഉണ്ടായില്ല. പക്ഷെ ദിശയിൽ വന്നപ്പോൾ ഗോപകുമാർ സാറിന്റെ ഒരു ക്ലാസ്, അതെന്നെ മുടി കെട്ടിവെച്ച് സാറിങ്ങനെ സ്റ്റേജിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ആ ക്ലാസ് മുഴുവൻ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഞാൻ 7 മണി കഴിഞ്ഞിട്ടാണ്, എല്ലാവരും പോയിട്ട് ഞാനന്ന് പ്രത്യേകിച്ച് എനിക്കൊരു റോളൊന്നും അവിടെ ഇല്ല. ഞാൻ 7 മണി വരെ ആ ക്ലാസ് കേട്ടു, അവിടെ നിന്നു. 7 മണി കഴിഞ്ഞപ്പോൾ രമ്യനോട്, ചേച്ചി അമ്മ തന്നെയല്ലേ ഉള്ളൂ, പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടുന്ന് പോയി. അന്ന് മുഴുവൻ ഞാൻ കിടന്നു ഇരുന്നും ചിന്തിച്ചു, ഇതിലെന്തോ ഒന്നുണ്ട്.
അതെന്താണെന്ന് കാലക്രമേണ പഠിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നി സെയിൽസിനെ പറ്റിയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ സെയിൽ ചെയ്തു, സെയിലിലൂടെ ഒരു വരുമാനം, അങ്ങനെ ഞാൻ സ്മൂത്തായി പോകുമ്പോൾ ന്യൂട്രീഷ്യൽ ഫുഡ് സപ്ലിമെന്റ് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി. എന്നെ ഇതിലേക്ക് എത്തിച്ചത് TCG വിഭാവന ചെയ്ത പോലെ RCMൽ ജോയിൻ ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടുവാൻ വളരെയധികം ഉണ്ട്. കാരണം വെച്ചാൽ അറിവ് കിട്ടും, ആരോഗ്യം കിട്ടും, സൗന്ദര്യം കിട്ടും, സമ്പത്ത് കിട്ടും, പ്രശസ്തി കിട്ടും, ആദരവ് കിട്ടും. ഇതെല്ലാം RCMൽ കിട്ടുന്നതാണ്. എനിക്കതൊക്കെ ഏകദേശം 2-3 കാര്യങ്ങൾ, അത്ര അവസാനത്തെ പ്രശസ്തിയും ആദരവും ഒന്നും ആയില്ലെങ്കിലും അറിവ് കിട്ടി, ആരോഗ്യം കിട്ടി, സൗന്ദര്യം കിട്ടി, സമ്പത്ത് കിട്ടി. ഞാൻ നിങ്ങളുടെ മുന്നേ ഇരിക്കുമ്പോൾ എന്റെ മുഖം ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല, മുഖം നിറച്ച് കരിമങ്ങലായിരുന്നു. അതൊക്കെ RCMനെ ന്യൂട്രീഷ്യൽ ഫുഡ് സപ്ലിമെന്റ് കഴിച്ചിട്ട് 1 വർഷമായിട്ട് എന്റെ മുഖത്തിന് വന്ന മാറ്റമാണ് നീ കാണുന്നത്. ശരിക്കും ഞാനൊരു ക്രീമോ ഒന്നും ഇടാതെ തന്നെ മുഖത്തൊന്നുമില്ല, അത്രയ്ക്കും ക്ലിയറായ ഒരു മുഖമായി മാറി. അതിന് ഞാൻ RCMനെ ശിരസാ നമിക്കുന്നു. RCMന്റെ ഫുഡ് സപ്ലിമെന്റ് ഈസ് വെരി ഗുഡ്. ഇൻഡിവിജ്വലി ആ ഫുഡ് സപ്ലിമെന്റ് ഒന്നും പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എല്ലാ ഫുഡ് സപ്ലിമെന്റും വളരെ നല്ലതാണ്. ഒന്നിനും നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. എനിക്ക് RCM വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഡോക്ടേഴ്സ് ഒക്കെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ്. അവരാരും പുറത്തു പറയാത്തതാണ്. കാരണം എന്ന് വെച്ചാൽ അവര് രാവിലെ ഡ്യൂട്ടിക്ക് വന്നാൽ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണി 4:30 ഒരു ചോറൊന്നും കൊണ്ടുവരത്തില്ല. അപ്പൊ ഞങ്ങളിരുന്ന് പറയും, അയ്യോ ഇവർക്ക് വിശക്കത്തില്ല ഈ OP ഒക്കെ നോക്കിയാൽ. പക്ഷെ അവര് കറക്റ്റ് ന്യൂട്രീഷ്യൽ ഫുഡ് ഇടവേളകളിൽ കഴിക്കുന്നുണ്ട്. അതാണ്, അവര് ചോറൊന്നും കൊണ്ടുവരാതെ എങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്. അവരെല്ലാം ഈ ഫുഡ് സപ്ലിമെന്റ് എടുക്കുന്നവരാണ്. അവരുടെ സ്കിന്നൊക്കെ വളരെ സ്മൂത്തി ആൻഡ് ഷൈനി. അതൊക്കെ എനിക്ക് ഇപ്പോൾ RCMൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അതൊരിക്കലും നമ്മളോട് ഒരു ഷെയറും ചെയ്യില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ന്യൂട്രീഷ്യൽ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസം ഫുഡ് സപ്ലിമെന്റ് വിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അത് കൊടുക്കുന്നതോടെ കുറേ ആളുകളെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും അതോടൊപ്പം അവർക്കൊരു നന്മ പകർന്നു നൽകാനും ഒരു മരുന്നുകളില്ലാതെ ജീവിക്കാൻ അവരെ എത്തിക്കാമെന്നും എനിക്ക് മനസ്സിലായി. അപ്പൊ എൻ്റെ ഒരു ജോലിയുടെ പോസ്റ്റ് വെച്ച് ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ വരുന്ന അസോസിയേറ്റ്സിനൊക്കെ അറിയാം, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ അകത്തേക്ക് കയറ്റിയിരുത്തും. ഞാൻ അവരോട് പറയും, നിങ്ങൾ കഴിച്ചോളൂ, ഒരു വിഷമവും ഇല്ല, നിങ്ങൾക്ക് നല്ലതാണ്. ഒരു ഡോക്ടർ തരുന്നതിലും വിശ്വാസ്യതയോട് നിങ്ങൾ കഴിച്ചോളൂ, എന്നെ മാത്രം നോക്കിയിട്ട് നിങ്ങൾ കഴിക്കാം. അങ്ങനെയാണ് ഞാൻ അവരോട് പറയുന്നത്. അപ്പൊ ഒരു കൃത്യമായി ആ ഫുഡ് സപ്ലിമെന്റ് എല്ലാ മാസവും ഞാനറിയാതെ ഒരു 25,000 PVക്ക് മുകളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ രാജൻ സാറാണ് എന്നോട് പറഞ്ഞത്, വീരാങ്കനിയിൽ മെമ്പർ ആവണം, ANCC ചെയ്യണം. ഞാൻ അങ്ങനെ വീരാങ്കനെ ഈഗിൾ എന്ന പൊസിഷനിൽ നിൽക്കുമ്പോഴാണ്, സെൽഫ് ഒരു 40-നടുത്തൊക്കെ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ വീരാങ്കനയിൽ മെമ്പറായി. വീരാങ്കനയിൽ മെമ്പർ ആവുന്നതിന് മുന്നേ തന്നെ ANCCക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. ANCCയിൽ കയറുന്നതോടെ നമുക്ക് കുറെ അറിവുകൾ, നമ്മൾ പഠിച്ചതിന്റെ ഒരു മോഡിഫിക്കേഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് പഠിക്കാനും ആ എക്സാം പാസ്സാവുകയും ചെയ്യുന്നതോടെ നമ്മൾ ക്വാളിഫൈഡ് ആവുകയാണ്. പിന്നെ ആരുടെ മുന്നിലും പറയാനൊരു എക്സ്ട്രാ ധൈര്യം നമുക്ക് കിട്ടും. നമ്മളതിൽ ഒരു പരീക്ഷ പാസ്സാകുന്ന ലാഘവത്തോടു കൂടി തന്നെ നമുക്കത് ആൾക്കാരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വീരാങ്കനയിൽ കയറിയപ്പോൾ കുറെ അറിവുകൾ, എന്നാൽ ന്യൂട്രീഷ്യൽ ഫുഡ് സപ്ലിമെന്റ് എങ്ങനെ സെയിൽ ചെയ്യാം, എങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാം, എങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യിക്കാം, ഇതെല്ലാം എനിക്ക് വീരാങ്കനയിലൂടെ ഒന്നുകൂടെ മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിച്ചു. അതിന് എന്നെ പ്രേരിപ്പിച്ചത് മനീഷ മാമിന്റെ ക്ലാസ്. അതിലുപരി അതിന്റെ ന്യൂട്രി ചാർജിന്റെ എഞ്ചിനീയറായി കനകമ്മ മാഡത്തെ ഞാൻ ഈ നിമിഷം നന്ദിയോടുകൂടി ഓർക്കുന്നു. കനകമ്മ മാം എങ്ങനെ നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും ഇത് കൃത്യമായി പറഞ്ഞു തരും. കാരണം ഷീസ് എ ബ്രില്യന്റ് ലേഡി ഡോക്ടർ എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ അവർ അത്രയ്ക്കും അറിവുള്ള ഒരു ലേഡിയാണ്, കഴിവുകളുള്ള ലേഡിയാണ്. നമ്മളുടെ ചെറിയ ചെറിയ വോയിസിന് പോലും നമുക്ക് മെസ്സേജുകൾ തരും, നമുക്കറിയാത്ത ചില കാര്യങ്ങൾ. അപ്പൊ എന്റെ മകൾ എന്നോട് പറഞ്ഞ, മകൾ പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂഷൻ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു അവര്. അവരുടെ PG കുട്ടികളുടെ സംശയം പോലും തീർക്കാൻ പോകുന്നുണ്ട് എന്നാണ് എന്നോട് മകൾ, അത്രയ്ക്കും മിടുക്കിയായ ഒരു ലേഡി ആണമ്മ അവര് എന്നോട് പറഞ്ഞു. അവരെ ഡോക്ടേഴ്സിന് വരെ ബഹുമാനത്തോടു കൂടി നോക്കുന്ന ഒരാളെയാണ് നമുക്ക് ന്യൂട്രി ചാർജ് എഞ്ചിനീയറായി അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, നമ്മുടെ RCMന്റെ ഒരു ഭാഗ്യമാണ് അവര്. അത് പറയാതിരിക്കാൻ പറ്റില്ല.
അങ്ങനെ മാമുവിന്റെ അറിവുകളെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ബോംബെയിൽ പോയ വിശേഷമാണ്. ബോംബെയിൽ പോകുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഇങ്ങനെ ന്യൂട്രിചാർജ് ഒരു അംഗീകാരം നൽകി നമ്മളെ കൊണ്ടുപോകുന്നു ഒന്നും അറിയാതെ ന്യൂട്രിചാർജ് സെയിൽ ചെയ്ത് കൺസിസ്റ്റന്റ് ആയി ഒരു 6 മാസം 25,000 PV ഞാൻ ചെയ്തു. 12 മാസം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ മാസവും 25,000 ഓൾറെഡി ഞാൻ ചെയ്ത് സെറ്റാക്കി ഡിസ്പ്ലേ വാളി വെച്ചേക്കുന്നു. 22 സംതിങ് അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു 3,000 കൂടെ ഉള്ളൂ. അത് 3,000 സെയിലായിരിക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ സെയിലായി. ഈ നേരം കിട്ടിയില്ല. ഡിസ്പ്ലേ വാളിയിൽ നിന്ന് എന്റെ ഐഡിയയിലെ കഴിഞ്ഞ ഡോസിക്കുള്ളിൽ അത് ഞാൻ അടിക്കും. അപ്പൊ അങ്ങനെ ന്യൂട്രീഷ്യൽ ചാർജ് ചെയ്തതിൻ്റെ കൂടി കൺസിസ്റ്റൻസി TCG വിഭാവന ചെയ്ത കൺസിസ്റ്റൻസി വന്നോടി എനിക്ക് 11,000 ടാക്സ് പിടിച്ചിട്ട് ഏകദേശം 11,875 വെച്ച് 2 തവണ അക്കൗണ്ടിൽ വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് 5,000 രൂപയുടെ RCM പ്രൊഡക്റ്റ് കിട്ടി. അങ്ങനെ വലിയ വലിയ ഉപകാരങ്ങൾ നമുക്ക് നൽകുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടു. ഇത് കാണുമ്പോൾ നമ്മുടെ കൂടുതൽ അസോസിയേറ്റിനും തോന്നും, അയ്യോ മാഡം അത് മേടിക്കുമ്പോൾ എനിക്കും മേടിച്ചാൽ എന്താ. അപ്പൊ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ TCG കണ്ട കൺസിസ്റ്റൻസി ഈസ് വെരി ഗുഡ്. അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ കൂടെയുള്ള 3 പേര്, എന്റെ അസോസിയേറ്റ്, ഒരു നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന 3 പേര് ഓൾറെഡി അതിൽ രജിസ്റ്റേർഡ് ആയി. അവർ 10,000 അവർക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. വേറൊരാൾ 25,000 ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ബോംബെക്ക് പോകാനുള്ള കിട്ടി. ബോംബെയിൽ പോകാൻ സത്യത്തിൽ എനിക്ക് അവിടുന്ന് വീരാംഗന ക്ലബിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല എന്നാ റിയലി ഞാൻ ബിനു സാർ വിചാരിച്ചിരുന്നു. എനിക്ക് അമ്മ തന്നെ ഉള്ളൂ, എങ്ങനെ പോകും? 88 വയസ്സാണ് അമ്മയ്ക്ക്, 89ാമത്തെ വയസ്സാണ്. അപ്പൊ ഒരു ദിവസം അമ്മ ഒറ്റയ്ക്ക് ഇട്ടിട്ടൊന്നു, ഒരു ദിവസം സ്റ്റേ ഉണ്ട്. 25,000 PV ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അവിടെ സ്റ്റേയും ഉണ്ട്. എനിക്കാണ് RCMൽ വന്നപ്പോഴാണ് അതിനെ വീരാങ്കനിൽ എത്തിക്കാൻ വേറൊരു ഘടകം എന്താ വെച്ചാൽ, ഞാൻ ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ്സിന് കുന്നംകുളത്ത് പോയിരുന്നു. കുന്നംകുളത്ത് ചെന്നിരിക്കുമ്പോൾ വീരാങ്കനയായ ശബന എണീറ്റ് വരട്ടെ, വടക്കാഞ്ചേരിയിൽ ഒരേ ഒരു വീരാങ്കനയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണ് ഒരു വീരാങ്കന. അപ്പൊ ആ കുട്ടി ബ്രൗൺ കോട്ട് ഇട്ട് വരുന്നു, സാറിങ്ങനെ പറയുന്നു, ആ കുട്ടി എഫിഷ്യന്റ് ആയി ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഞാൻ ഓർത്തു എല്ലാവർക്കും ഇത് പറ്റുമോ? അപ്പം എന്റെ മനസ്സിൽ കോട്ട്, ഞാൻ വെള്ള കോട്ട് മാത്രമാണ്, കോട്ടൊക്കെ നേഴ്സസിന് വന്നിട്ട് ഒരു 6-7 വർഷമാണ്. അതിന് സാരി, അതുപോലെ ചുരിദാർ കഴിഞ്ഞ് കോട്ട്. ഇപ്പൊ മോഡിഫിക്കേഷൻ കോട്ടിൽ വരെയൊക്കെ ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ആ വെള്ള കോട്ടിട്ട ഞാന് RCMൽ വരുമ്പോൾ ധാരാളം കോട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായി. കോട്ടുകൾ ഇങ്ങനെ വെക്കുന്ന കുറെ പിന്നെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്താ പറയുക ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്ന ചെറിയ വീരാങ്കനയ്ക്കൊക്കെ തരുന്ന, വീരാങ്കന എന്ന് എഴുതിയത് പേര് ഞാൻ മറന്നുപോയി, അതുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ എല്ലാവർക്കും കിട്ടുമോ ഇങ്ങനൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ ഈ കോട്ട് ഓർത്തു. എനിക്ക് 3 കോട്ട് RCMൽ വന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം ഞാൻ പറയണം. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് RCM തരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഒരു 3 കോട്ട്, ഒന്നൊരു ഞാൻ ഇട്ടേക്കുന്ന ചുരിദാറിന്റെ കളറുള്ള പിങ്ക് ക്യൂൻ ക്ലബിന്റെ കോട്ട്, അതോടൊപ്പം തന്നെ പിൻ താങ്ക് യു അതോടൊപ്പം തന്നെ നമ്മളുടെ RCM തരുന്ന ന്യൂട്രിചാർജിന്റെ ഈ ബ്രൗൺ കോട്ട്. ഈ ബ്രൗൺ കോട്ടിന്റെ സ്വപ്നത്തിലെ ഒരു കോട്ടായിരുന്നു. ആ കോട്ട് നേടണമെന്ന് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പൊ കോട്ടിന് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ബോംബെക്ക് പോയത്. അല്ല ബോംബെയിലെ 5 സ്റ്റാർ ഹോട്ടലിലെ ട്രീറ്റ് ഒന്നും എന്റെ മനസ്സിൽ അപ്പം ഇല്ല. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും പോകുന്നത് എങ്ങനെയെന്നൊരു വിഷമത്തിലിരിക്കുകയാണ്. അമ്മ എവിടെയെങ്കിലും ആക്കണം, എങ്ങനെ പോകും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്റെ അടുത്ത് വരികയും എന്റെ വിഷമം കേട്ടപ്പോൾ, നീ ഒരു വിഷമം വിചാരിക്കണ്ട, അമ്മേനെ എന്റെ അടുത്ത് ആക്കിക്കോളൂ. തലേദിവസമാണ് പറയുന്നത്. ആക്കാനും തീരുമാനിച്ചു. അമ്മയെ തന്നെ ആക്കി പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് കേച്ചേരി വാവാസ് വലിയൊരു സ്വീകരണം നൽകി, വലിയൊരു യാത്രയയപ്പ് നൽകിയാണ് എന്നെ. വാവാസിനെ ഞാൻ ഈ നിമിഷം നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം വെച്ചാൽ അവര് ഫ്ലെക്സ് അടിച്ചു. അതോടൊപ്പം തന്നെ അതൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എനിക്ക് പോകുന്നതിന്റെ തലേ ദിവസം ഡോക്ടർ രാജൻ സാറിന്റെ കൺസൾട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്ക് മുറിച്ചു. അവര് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് എന്റെ പ്ലാറ്റ്ഫോമായ കേച്ചേരി വാവാസിലെ വിനീത മാഡവും സുഭാഷ് സാറും അവരുടെ 2 മക്കളും, എനിക്ക് പറയാതിരിക്കാൻ, പിഞ്ചു കുഞ്ഞ്, അവൾക്ക് ഒരു 6 വയസ്സേ ഉള്ളൂ. അവൾ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു പോകുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖം ഞാൻ ബോംബെയിൽ എത്തിയിട്ടും കുറെ പ്രാവശ്യം ഓർത്തു. അത്രയും ചെറിയ ഉണ്ണി. എനിക്ക് ഫ്ലൈറ്റ് 4:30-ക്കായിരുന്നു. ഒരു 3 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു 2:30-ക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെന്നെ കാറിൽ അവിടെ എത്തിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യം, അവരുടെ സമയോചിതമായ ഇടപെടൽ, അതിന് പ്രത്യേകം അവർക്ക് താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ഉണ്ണികൾക്കാണ് ഞാൻ താങ്ക്സ് പറയുന്നത്.
അങ്ങനെ അവിടെ എത്തുന്നു. ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുക. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു. എന്റെ മകള് ഹസ്ബൻഡും ഒക്കെ പറഞ്ഞിട്ട് പോകാതെ ഞാൻ RCM-ലാണ് ആദ്യമായിട്ട്. അതെനിക്ക് വളരെയധികം മോട്ടിവേഷൻ തരുന്ന ഒന്നാണ്. RCM നമുക്ക് എന്തും തരും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നമുക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റിയത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ബോർഡിംഗ് പാസ് എടുക്കുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള അതിനുള്ളിൽ ഞാൻ RCM-ലൂടെയാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറി എനിക്ക് എയർപോർട്ട് മുതൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് മുതൽ നമ്മുടെ മൂർത്തി സാറ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മൂർത്തി സാർ ആൻഡ് അഖില മാഡം, മൂർത്തി സാറിന്റെ അനുജനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫ്ലൈറ്റിലാണ് അവിടെ ചേരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുജിത് സാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നു. അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാറ്റ്ഫോമിലെ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ലീഡറുടെ ക്വാളിറ്റീസ് എനിക്ക് എടുത്തു പറയാവുന്ന, മൂർത്തി സാർ ഞാൻ വളരെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ലീഡർ, സുജിത് സാറും ഫാമിലി അതുപോലെ. അവരും ഞാന് സൈതന്ത്രി മാഡം, ശോഭന മാഡം ഒരുങ്ങി വരുന്നത് വരെ ഞങ്ങളെ കാത്ത് ആ എയർപോർട്ടിൽ ഇരുന്നു. അവിടുന്ന് ഞങ്ങളെ ഒപ്പം കൂട്ടി. ഞങ്ങൾക്ക് അവിടുന്ന് പോകാൻ ഞങ്ങൾ കാർ വിളിക്കാണ്ടിരിക്കണം. അവര് ഞങ്ങളെ ഒപ്പം കൂട്ടി. അഖിലമാടം ഞങ്ങളുടെ കൂടെ കയറുകയും മൂർത്തി സാറും സുജിത് സാറും ഫാമിലിയും വേറൊരു കാറിൽ കയറുകയും ഞങ്ങളെ ആ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ അവിടെ വെച്ച് മൂർത്തി സാർ എന്ന മഹാ മനസ്സിന്റെ ഉടമയായ സഫേർ മൂർത്തി സാറിനെ ഒത്തിരിയും പ്രാവശ്യം, സാറിന്റെ ആ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഞാൻ വളരെയധികം അന്നേരം മുതൽ സാറിനെ ഞാൻ ഒന്നുകൂടെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അയ്യോ, സാർ ഇത്രയ്ക്കും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതാണ് RCM തരുന്നത്, അതൊക്കെയാണ് RCM-ലൂടെ കിട്ടുന്നതും അതാണ്. അവിടെ ചെന്നപ്പോൾ ജീവിതത്തിൽ ഞാൻ തൊഴുതുകൊണ്ട് പറയുന്നു, ബോംബെ ഈസ് വണ്ടർഫുൾ, ന്യൂട്രിചാർജ് ഈസ് വെരി വണ്ടർഫുൾ. ന്യൂട്രിചാർജിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും വീരാംഗനമാരാവണം, ഓരോരുത്തരും ANCC പാസ്സാവണം, ഓരോരുത്തരും ബോംബെക്ക് വരണം. കാരണം 251 പേരുള്ള ആ പ്രോഗ്രാമിൽ വെറും 51 പേര് കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ 25,000 PV ചെയ്തത് 11 പേരും, ബാക്കി 50,000-ന് മുകളിൽ, പിന്നെ 10 താഴെയും. അങ്ങനെയാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ. അപ്പൊ ഞാൻ അവിടെ വെച്ചൊക്കെ എന്റെ ടീമിനെ ഓർത്തു. ഒരു ടീമുമായി പോകുമ്പോൾ നമുക്കവിടെ ഭയങ്കരമായ ഒരു എന്താ പറയുക, ടീമുള്ളപ്പോൾ ഒരു ബലം വേറെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന പോലെ അല്ല. അവിടെ ചെല്ലുമ്പോൾ ജീവിതത്തിൽ എന്റെ കല്യാണത്തിനാണ് എന്നെ ആരതി ഒഴിഞ്ഞേക്കുന്നത്. എന്റെ ഈ 59-ാമത്തെ വയസ്സിൽ വീണ്ടും അവിടെ എന്നെ ആരതി ഒഴിഞ്ഞു. ആരതി ഒഴിഞ്ഞാണ് ന്യൂട്രിചാർജ് നമ്മളെ ഉള്ളിലേക്ക് കടത്തുന്നത്. അതിനുശേഷം ഒരു പേളുമാല ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഒരു പേളുമാലയിട്ട് നമ്മളെ ആദരിച്ച് ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ന്യൂട്രിചാർജിലല്ലാതെ എവിടെ കിട്ടാം? നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയുക, നമുക്ക് അവിടെ തരുന്ന സ്വീകരണം വളരെ വളരെ വലുതാണ്. ഞാൻ ഇന്ന് വരെ സ്വപ്നത്തിൽ കാണാത്ത ഒരു സ്വീകരണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണേ എടുക്കാം. അപ്പൊ നമ്മൾ ഹോട്ടലിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്ത് വേണേ എടുക്കാം. ഞാനിങ്ങനെ നോക്കുമ്പോ എന്താ കഴിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഫ്രൂട്ട്സ് വേണമെന്നവർക്ക് ഫ്രൂട്ട്സ് എടുക്കാം, സൂപ്പ് വേണമെന്നവർക്ക് സൂപ്പ് എടുക്കാം, എന്തൊക്കെ വേണേ കഴിക്കാം. വയറ് നിറച്ച് കഴിക്കാം, വയറ് പൊട്ടുന്നവരെ കഴിക്കാം. അപ്പൊ ഒക്കെ ഞാൻ എന്റെ അസോസിയേറ്റിനെയാണ് ഓർത്തത്. എന്റെ അസോസിയേറ്റും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഓരോരുത്തരെയും ഓരോ നിമിഷവും ഓർത്തു. അതോടൊപ്പം കേച്ചേരി വാവാസിലെ ആ കുഞ്ഞു വാവയെ ഞാൻ ഓർത്തു. എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ആ കുഞ്ഞു മകൾ എന്നെ യാത്ര അയക്കുമ്പോൾ ഞാൻ എന്റെ മകളെയാണ് അവിടെ കണ്ടത്. പെട്ടെന്ന് ഞാൻ എത്ര ചെറിയ ഉണ്ണി എന്നെ യാത്ര അയക്കാൻ, ഒരു ക്ഷീണവും ഇല്ലാതെ ആ മകൾ എന്നെ യാത്ര അയച്ചു. അവിടുന്ന് അതും കഴിഞ്ഞു. അതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് റിയലി വണ്ടർഫുൾ സ്റ്റേഡിയം, വണ്ടർഫുൾ. അവിടെ നമ്മുടെ മൂർത്തി സാറ്, അഖില മാഡം, സുജിത് സാറിന്റെ വൈഫ്, അവരെയൊക്കെ ആദരിച്ചു. തൊപ്പി വെച്ച്, തലപ്പാവ് വെച്ച് ആദരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും സ്റ്റേജിൽ നമ്മളെ ഇങ്ങനെ ഫ്ലെക്സ് വഴി നമ്മുടെ ഫോട്ടോസ് വരികയാണ് അതിനുള്ളിൽ. 25,000 PV, ഷെർലി VN അതിങ്ങനെ മിന്നി മറയുകയാണ് സ്റ്റേജിൽ. അത് കാണുമ്പോൾ നമ്മളിലെ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ അഭിനേതാക്കൾ വരുന്ന പോലെ എനിക്ക് തോന്നിയത്. അയ്യോ, ഇങ്ങനെയും ഒരു ലോകമുണ്ട്. ഇങ്ങനെ സ്റ്റേജിൽ കാണുകയാണ് ഷെർലി VN 25,000 PV. അത് 1-2 തവണയില്ല, അത് നമ്മൾ ആ പ്രോഗ്രാം കഴിയുവോളം വണ്ടർഫുള്ളായി റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50,000 PV, 10,000 PV അത് ചെയ്തവരെ എല്ലാവരെയും കാണിക്കുകയാണ്. അവർ നമ്മളോട് ഫോട്ടോ ഒക്കെ ചോദിച്ചിരുന്നു. എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അത് മനസ്സിലായി. അത് കഴിഞ്ഞ് കൈ നിറച്ച് അമ്മ വീട്ടിൽ പോകുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, കനകമ്മ പറഞ്ഞിരുന്നു, ഒരു ബാഗ് കരുതണം. നമ്മളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് നമ്മളുടെ കുടുംബ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ധാരാളം സാധനങ്ങൾ കിട്ടും. അതുപോലെ അമ്മ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ കാണും, നിങ്ങൾ ബാഗ് കൊണ്ടുവരണോ.
സത്യത്തിൽ ഞാൻ കൺസിസ്റ്റൻസിയിൽ കിട്ടിയ ഒരു റോളർ ബാഗ് മേടിച്ചുകൊണ്ടാ പോയെങ്കിലും തിരിച്ചു വളരെ കുറച്ച് ലിമിറ്റഡ്, നമുക്ക് ഒരു ജോഡി ഡ്രസ്സൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയുള്ളൂ. തിരിച്ചു വരുമ്പോൾ റോളർ ബാഗ് ഫുള്ളായി, ന്യൂട്രിചാർജിന്റെ ബാഗ് ഫുള്ളായി, വാനിറ്റി ബാഗ് ഫുള്ളായിട്ടാണ് ഞാൻ തിരിച്ച് യാത്ര വന്നത്. നമുക്ക് ന്യൂട്രിചാർജ് പ്രോട്ടീൻ പൗഡർ തന്നു, റൂട്ടീൻ ഉണ്ട്, അത് അവിടെ തന്നു. നമുക്ക് ഈ പിൻ തന്നു, നമുക്ക് നമ്മളുടെ എല്ലാമായ കോട്ട് തന്നു. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഷേർലി വിയൻ എന്ന് പേരെഴുതിയ ഒരു നമുക്ക് കാർഡുകൾ വെക്കാവുന്ന ഒരു പേഴ്സ് തന്നു. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുമോ? നമ്മൾ സ്വയം ഉണ്ടാക്കണം. ഇത് ഓർത്ത് നോക്കൂ, ഷേർലി വിയൻ, എന്റെ പേരെഴുതിയതാണിത്. അതേപോലെ ഷെയ്ക്ക് ഉണ്ടാക്കുന്ന ഷെയ്ക്കർ, അതിലും ഷേർലി വിയൻ. അത് കഴിഞ്ഞ് ഏറ്റവും നമുക്ക് ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് സ്വന്തമായി, ഡോക്ടേഴ്സിനൊക്കെയാ സ്വന്തമായി കാർഡുകളുള്ളത്. നമുക്ക് നോക്കൂ, ഷേർലി വിയൻ എഴുതിയ വിസിറ്റിംഗ് കാർഡ്, അത് നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് മുഴുവനുള്ള ഇൻട്രൊഡക്ഷൻ. ഇതുമായി നമ്മൾ ഒരു വലിയ ഡോക്ടറുടെ അടുത്തേക്ക് ഇത് കാണിച്ചാൽ പോരെ? നമ്മുടെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി പറയാൻ വേറൊന്നും വേണ്ട. മാം നോക്കൂ, ഞാൻ ഐ ആം എ ന്യൂട്രീഷണൽ കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് എനിക്കിത് കാണിച്ചു കൊടുക്കാം. ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഐഡന്റിഫിക്കേഷൻ ഇസ് വെരി ഹൈ. ഞാൻ ഡോക്ടേഴ്സിനെ ഒക്കെ ഇതിൽ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അവരൊക്കെ ഇത് കാണുമ്പോൾ അവർ 25,000 PV ചെയ്യാൻ ഇപ്പൊ വില്ലിങ് ആയിരിക്കുകയാണ്. ഷേർലി സിസ്റ്റർ, എന്നെ സിസ്റ്റർ എന്നാണ് അവർ, ഷേർലി സിസ്റ്ററിനൊപ്പം ഞങ്ങളും വരണ്ടേ എന്ന് പറഞ്ഞു. അവർ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു. കാരണം ഇതൊക്കെ ന്യൂട്രിചാർജിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. പിന്നെ കിട്ടിയതാണ് ഡയറി. ഞങ്ങൾക്കൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ ധാരാളം ഡയറി ഞങ്ങളുടെ മേശപ്പുറത്ത് വരും. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേബിൾ, ഓരോ കസേര, അങ്ങനെ നമുക്ക് വലിയ സെറ്റപ്പിലാണ്. കറങ്ങുന്ന കസേരയൊക്കെ തന്നവിട്ടിരുന്നതാണ്. അങ്ങനെ ഇവ നമുക്ക് റെപ്പുമാര് വരുമ്പോൾ തരും, പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുതരും, പിന്നെ മഹിളാ അസോസിയേഷൻ കൊണ്ടുതരും. അതിലൊന്നും നമ്മുടെ പേരില്ല. പക്ഷെ ഇതിൽ ഷെർലി വിയൻ കണ്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഷെർലി വിയൻ എഴുതിയ അതിമനോഹരമായ ന്യൂട്രിചാർജിന്റെ ഒരു ഡയറി. നമുക്ക് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഇവന്റുകളും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളും അടുത്ത ന്യൂട്രിചാർജ് പ്രോഗ്രാം വരെ ഒരു നോട്ടും ആവശ്യമില്ല. ഇതൊക്കെ അലിഖിതമായി നമുക്ക് നമ്മളുടെ കബോർഡിലും നമ്മുടെ ഷോറൂമുകളിലും സൂക്ഷിച്ചു വെക്കാം. ഇതൊക്കെ നമ്മൾ പോയാലും ഇത് ലിഖിതമായി, അത്രയ്ക്കും ഫുൾ കവറേജ് ആണ്, നല്ലതാണ്. അങ്ങനെ എല്ലാം നമുക്ക് RCM തന്നു. ഞാൻ റിയലി അപ്സെറ്റ് ആയിപ്പോയി ഇതൊക്കെ. പിന്നെ ഫോട്ടോസ്, ന്യൂട്രീഷന്റെ പുസ്തകങ്ങൾ, അതൊക്കെ തന്നു. അത് ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ തന്ന് നമ്മൾ ഒരു വീരാംഗനയായി ഞാൻ അവിടുന്ന് പോരുമ്പോൾ, അത് കഴിഞ്ഞു ഒരു ദിവസം അവിടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഞാൻ 5 സ്റ്റാർ താമസിച്ചിട്ടുണ്ട്. മകളുടെ ഓരോ ആവശ്യത്തിന് പോയിട്ടല്ല, സമ്പത്തുണ്ടായിട്ടൊന്നും അല്ല. മകളുടെ ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാനും മോളുടെ കോയമ്പത്തൂരൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൽ ചെന്ന് നമ്മൾ കുളിച്ച് വാം വാട്ടർ, എല്ലാത്തിനും പ്രത്യേകം സൗകര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ കൊണ്ടുപോയി ബോംബെ നഗരം മുഴുവൻ കാണിക്കാൻ വേണ്ടി സുജിത് സാറെ, നമ്മളുടെ അഖില മാം, നമ്മളുടെ മൂർത്തി സാറ്, നമ്മുടെ സുരേഷ് സാറ്, മനീഷ മാം, കനകമ്മ മാം, ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ വണ്ടിയിൽ ബോംബെ നഗരം മുഴുവൻ രാത്രിയിൽ കാണിച്ചു. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു പ്രതലത്തിലേക്ക് ഇരുന്നിട്ട്, അതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്തതാ. ഒരു പ്രതലത്തിൽ പാവിരിച്ചിട്ട് ഫുഡ്, നല്ല അടിപൊളി ഫുഡ്. ഞാൻ കഴിച്ചില്ല, രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിക്കാഞ്ഞതാണ്. നല്ല ഫുഡായിരുന്നു. അതെല്ലാം കഴിച്ചു. കുറെ സൗഹൃദങ്ങൾ. നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മളോട് കൂട്ടുകൂടി. പക്ഷെ ഹിന്ദി, ഞാൻ വീരാങ്കനയിൽ കയറുമ്പോൾ ഹിന്ദിയാണ് 9:50 വരെയും അതിൽ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിട്ട്, ഹിന്ദി പഠിക്കാൻ നല്ല, ഞാൻ കന്നഡ സംസാരിക്കും, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളം സംസാരിക്കും. അപ്പൊ എനിക്ക് ഹിന്ദി പഠിക്കണമെന്ന് നല്ല ആഗ്രഹം. ഞാൻ കേച്ചേരിയിൽ ധാരാളം അതിഥി തൊഴിലാളികളുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളെ ഇന്ന് അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. അവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹിന്ദി പഠിക്കണം. അപ്പൊ അങ്ങനെ 2-3 പേര് ജോയിൻ ആവാൻ നിപ്പുണ്ട്. അവരുടെ അടുത്ത് എനിക്കറിയാവുന്ന ഹിന്ദി, ഞാൻ അത്ര ഫ്ലുവന്റ് ഒന്നും അല്ല. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്റെ വീടിനടുത്ത് ഇഷ്ടിക പണിക്കാരുടെ അടുത്ത് ഞാൻ സിമെന്റ് ചോദിച്ചപ്പം എന്നെ കളിയാക്കിയതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഹിന്ദി പഠിക്കുമെന്ന്. അപ്പൊ ന്യൂട്രിചാർജ് എനിക്ക് അതിന് അവസരം ഒരുക്കി തന്നു. ഇപ്പൊ ഞാൻ ഹിന്ദി കുറേച്ച ചെന്നിട്ട് തുമാരാ കർ കഹാ ഹേ, തുമാരാ നാം ക്യാ ഹേ, ആപ് കൈസേ ഹേ, ബായി അച്ഛാ ഹേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവരുടെ കടയിൽ നിന്ന് സാധനം മേടിച്ച് അവരെ ജോയിൻ ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ. അവര് ഏകദേശം ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഹിന്ദി പഠിക്കാൻ പറ്റിയ ഒരു അവസരമാണ് വീരാങ്കന. അവിടെ 9:50 വരെ മനീഷ മാം ഹിന്ദിയാണ് പറയുന്നത്. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ 9:50 കഴിഞ്ഞാൽ കനകമാമൻ നമുക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. കനകമാമനെ ഞാൻ ഇപ്പോഴും നമിക്കുന്നു. അന്നെടുത്ത ക്ലാസ്സുകൾ മുഴുവൻ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു.
അത് ഞാൻ നോട്ട് ചെയ്തും വെക്കും. അങ്ങനെയാണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത് വീരാങ്കന. ഇനി വീരാങ്കന എന്നുള്ളത് നമ്മളെ ഓൾ കേരള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയും, ഇതിൽ കഴിവുള്ള ധാരാളം പേരുണ്ട്. എല്ലാവരും 10,000 5,000 PV ചെയ്തിട്ട് അതിനുള്ളിൽ കയറി വീരാങ്കനമാരായിട്ട് നമുക്ക് മാത്രമായിട്ടൊരു പ്ലാറ്റ്ഫോം, അവിടെ ഹിന്ദി സംസാരിക്കണ്ട, മലയാളം മാത്രം സംസാരിക്കുന്ന ന്യൂട്രി ചാർജിന്റെ ഒരു സെക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങളെയൊക്കെ ഞാൻ ഭക്തി ആദരവോട് വിളിക്കുകയാണ്. നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും നിയമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് ആ സപ്ലിമെന്റ് വിൽക്കാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല. ഈ മാസം ഞാൻ വീടിന് പുറത്തേക്കേ പോയിട്ടില്ല, പോകാൻ പറ്റില്ല. ഞാൻ 6-ാം തീയതി വന്നു, 10-ാം തീയതി അമ്മയുടെ 4 റിബ്സ് ആണ് ഫ്രാക്ചർ ആയേക്കുന്നത്. അമ്മയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കാനേ പറ്റില്ല. 88 വയസ്സാണ്. ഞാൻ അമ്മയെ പിടിച്ചിരുത്തുന്നു. അമ്മ ഇരുന്നാലുടൻ അമ്മയെ കിടത്തണം. അങ്ങനെയുള്ള ഒരു ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് അത് പറ്റിയത് കഴിഞ്ഞ 2 സൺഡേ മുന്നിലാണ്. രാവിലെ എണീറ്റ് വരുന്നു, ദിവാൻകൂട്ടിലേക്ക് കിടക്കുന്നു, പറ്റില്ല എന്ന് പറയുന്നു. ആ സൺഡേ ഞാൻ ഡോക്ടറെ വിളിച്ചു, എനിക്ക് മനസ്സിലായി ഫ്രാക്ചർ ആണ്. തിങ്കളാഴ്ച ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി എക്സ്റേ എടുക്കുമ്പോൾ 4 റിബ്സ് ഫ്രാക്ചർ ആണ്. അപ്പൊ തൊട്ടടുത്ത വീട് ഡോക്ടർ രാജൻ സാർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ എന്റെ അസോസിയേറ്റ് എല്ലാം ഒരു ഹൗസിംഗ് കോളനിയാണ്. അവരെന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ മരുന്നില്ലാതെ ജീവിക്കുന്നവരല്ലേ, അപ്പൊ ഇപ്പൊ അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മരുന്നില്ലാതെ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ എനിക്ക് RCMനെ ഒന്നും താഴ്ത്താൻ പറ്റില്ല. ഞാൻ പിന്നെ മരുന്നില്ലാതെ ഫ്രാക്ചർ ഒക്കെ വന്നാൽ നാച്ചുറോപ്പതി ആൻഡ് യോഗ മേഖലയും RCMനും ഒന്നും ചെയ്യാം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് ഞാൻ ഫ്രാക്ചർ കൺഫേം ആക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, അമ്മയെ ബെൽറ്റ് ഇട്ടു കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് 4 hours ഇന്റർവെല്ലിൽ ഞാൻ ന്യൂട്രീഷണൽ ഫുഡ് കൊടുത്തോണ്ട് പ്രോട്ടീന് എന്ത് മാനേജ് ചെയ്യാൻ, ബോൺ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. ബോൺ സപ്ലിമെന്റ് ആണ് പ്രോട്ടീൻ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രോട്ടീൻ കൊടുത്തുകൊണ്ട് അമ്മയെ ഞാൻ ഒരു റൊട്ടീൻ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ഈ മാസം പുറത്തേ പോയിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയെ ഇട്ടിട്ട് 1 മിനിറ്റ് പോലും ഇപ്പൊ 8:30 മണിക്ക് മുന്നേ അമ്മയ്ക്ക് എല്ലാം കൊടുത്ത് അമ്മയെ ബെഡിൽ കിടത്തിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ ഫുഡും കൊടുത്ത് എല്ലാം കൊടുത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അമ്മയെ കുളിപ്പിക്കാനൊക്കെ ഞാൻ എടുത്തു കൊണ്ടുപോകണം, അത്രയും നടക്കാൻ വളരെ വിഷമമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ 25,000 PV ന്യൂട്രി ചാർജ് പക്ക ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് അത് ഫുള്ള് സെയിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. നിങ്ങൾ ആർക്ക് ശ്രമിച്ചാലും അത് നമ്മൾ പഠിക്കേണ്ടി എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ അതിനു മുമ്പ് പറയട്ടെ, അവിടെ ബോംബെയിലെ പറയട്ടെ, ബോംബെയിൽ അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടും ഞാൻ ആ ന്യൂട്രി ചാർജ് എന്ന ആ സെഗ്മെന്റ് വിടാൻ എനിക്ക് ഇന്നും മനസ്സ് വരുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല ഫുഡ്സപ്പ്, അത്രയ്ക്കും അംഗീകാരങ്ങൾ, അത്രയ്ക്കും ആദരവുകൾ, അത്രയ്ക്കും സമ്പത്ത്, അത്രയ്ക്കും അറിവ്, അത്രയ്ക്കും സൗന്ദര്യം, TCG വിഭാവന ചെയ്ത എല്ലാം നമുക്ക് ന്യൂട്രി ചാർജ് തരുന്നുണ്ട്. അത് വിറ്റാൽ ഭീമമായ പൈസ നമുക്ക് ലാഭവും കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ചെയ്തു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ റിയലി ഞാൻ വണ്ടർഫുൾ. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഇല്ല. ഞാൻ കോയമ്പത്തൂർ ഇത്രയില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു ഇഡ്ഡലിയോ ഒരു ദോശയോ വേണം. ഞാൻ എടുത്തപ്പോൾ എന്നെ മനീഷാമം ഷെറിൽ എന്നാ എന്നെ വിളിക്കുന്നത്. ഷെറിൽ എന്താണ് ഈ ചെയ്യുന്നത്, സാമ്പാർ ഇഡ്ഡലി എടുക്കുന്നു? ഞാൻ പറഞ്ഞപ്പോൾ ഒരെണ്ണം എനിക്ക് കഴിക്കണം, എന്റെ റൊട്ടീൻ ലൈഫിൽ അത് പാകമായി പോയി. അങ്ങനെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിനും ടേസ്റ്റ് നോക്കി. 1 പീസ് ചെയ്തത് ഇറച്ചി ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഇറച്ചി എടുത്തിട്ടില്ല. ഇത്ര വണ്ടർഫുള്ളായ ഒരു ഫുഡ് നമുക്ക് എവിടുന്നാ കിട്ടുക? നമ്മുടെ സ്വന്തം ചെലവിൽ പോണേ. അവിടെ സായിപ്പും മദാമയും അല്ലാതെ ഇന്ത്യൻസായ ആരെയും നമ്മളെ അല്ലാതെ ഞാൻ അതിനുള്ളിൽ കണ്ടില്ല. അത്രയും കോസ്റ്റ്ലിയാണ് ആ ഹോട്ടൽ. അപ്പൊ അത്രയ്ക്കും നല്ലതാണ്, അത്രയ്ക്കും നല്ലൊരു ഫുഡ് തന്ന, അത്രയ്ക്കും നല്ലൊരു അംഗീകാരം തന്ന, അത്രയ്ക്കും നല്ലൊരു ആദരവ് തന്ന, ഞാൻ ഓരോ ഫുഡ് എടുക്കുമ്പോഴും ഞാൻ എന്റെ അസോസിയേറ്റിനെ ഓർത്തു. ദൈവമേ, എന്റെ കൂടെ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ കൂടെ പ്രത്യേകിച്ച് ഞാൻ 1-2 പേരുടെ മുഖം പേര് പറയുന്നില്ലെങ്കിൽ എടുത്തോർത്തു. അവർക്ക് ഞങ്ങൾ ഇന്നും വാവാസിൽ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഇന്നും ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതായോണ്ടാണ് പോകാത്തത്. 11 മണിക്ക് വാവാസിലെത്തി. ഞാൻ 8:30 ജോലിക്ക് പോയി, ഞാനിപ്പോ 11 മണി. സെക്കൻഡ് പ്ലേസ് തന്നെ ആയിരുന്നു RCM. ഞാൻ അവിടെ ചെല്ലും. 12 മണിയാകുമ്പോ എല്ലാ അസോസിയേറ്റിനെയും വിളിക്കും, നിങ്ങളൊക്കെ ഇവിടെ. അപ്പൊ മാമി ഇപ്പൊ വരാം. എല്ലാവരും വരും. ഞാൻ വിളിച്ചാൽ എല്ലാവരും കൂട്ടത്തോടെ അവിടെ വരും. അതാണ് ഞങ്ങളുടെ ടീം ബിൽഡിങ്. വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ റോഡിൽ കൂടെ പോകുന്നവരെ വിളിച്ചു കയറ്റും. എന്തെങ്കിലുമൊക്കെ ഇവര് മേടിക്കും, നമുക്ക് ഇച്ചിരി പൈസയും കിട്ടും, അവർക്ക് ആരോഗ്യവും കിട്ടും, നമ്മുടെ വാവാസിലെ പ്രൊഡക്റ്റ് ഒക്കെ സെയിലും ആവും. അതാണ് ഞങ്ങളുടെ ഒരു റൊട്ടീൻ അവിടെ. അത് 12 മണി കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ശരിക്കും ഞാൻ സർവീസിൽ എങ്ങനെയോ അതേപോലെ തന്നെയായിരുന്നു വാവാസിലും ചെയ്തുകൊണ്ട്. അപ്പൊ അവരെയൊക്കെ ഓർത്തു, ആ ഫുഡ് കഴിക്കുമ്പോ അവരെയൊക്കെ ഓർത്തു. അവർ ചിക്കനൊക്കെ ഇഷ്ടമുള്ള ധാരാളം പേരുണ്ട്, അവർക്കൊക്കെ ഇഷ്ടം പോലെ എടുക്കാമല്ലോ എന്നൊക്കെ ഓർത്തു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബോംബെ നഗരം മുഴുവൻ കൊണ്ടു നടന്ന് കാണിച്ചു. അതിനിടയിൽ നമ്മുടെ മൂർത്തി സാറിനെ പ്രത്യേകം ഓർക്കേണ്ട കുറെ കാര്യങ്ങൾ എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആസ് എ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണോ അത് ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല.
അതിലൊരു മാമിന് അന്ന് 3:30 മണിക്ക് 50,000 ചെയ്താണോ 25,000 ചെയ്താണോ മാമിന്റെ പേരും എനിക്കറിയില്ല. ഫ്ലൈറ്റിന് 4:00-4:30 മാമിന് ഇവിടെ എത്തണം, എയർപോർട്ടിൽ എത്തണം. മൂർത്തി സാർ അവരുടെ സാധനം വരെ പാക്ക് ചെയ്ത്. മൂർത്തി സാറിനെ സ്റ്റേജിലേക്ക് അഖില മാമിനെയും വിളിക്കുന്നുണ്ട് ആദരവുകൾ കൊടുക്കാൻ. സാർ അത് മാറ്റി വെച്ചിട്ട്, അത് എടുത്തു പറയത്തക്ക ലീഡർഷിപ്പിൽ അസോസിയേറ്റിനോട് കാണിക്കുന്ന സ്നേഹങ്ങൾ, ഗ്രേറ്റ് 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 സഫേർ മൂർത്തി സാർ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സാർ ആ മാമിന്റെ എല്ലാം പാക്ക് ചെയ്ത് അവരെ അവിടുന്ന് കംഫർട്ട് സോണില് ആ എയർപോർട്ടിലേക്ക് യാത്രയാക്കി. എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആ ലീഡർ ചെയ്ത കാര്യങ്ങൾ ഞാൻ അവിടുന്ന് സൈരന്ദ്രി മാഡവും ഞാനും ഒന്നിച്ചായിരുന്നു. മാമാണ് എനിക്ക് എപ്പോഴും തോന്നി, ഞാനും മാമും പറഞ്ഞു ഹീസ് എ വണ്ടർഫുൾ മാൻ, പറയാതിരിക്കാൻ വയ്യ എന്ന് പറയും. അതും കഴിഞ്ഞു പോന്നു. നമ്മൾ ഇച്ചിരി നേരം പോകുമ്പോ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ വളരെ കുറച്ച് സമയം ഞാൻ കൊണ്ട് 2-2:30 ആയപ്പോ നമ്മൾ റിലീവ് ചെയ്തു. റിലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടപ്പുറത്തോട് ഒരു ഡാൻസ് ഒക്കെ ചെയ്തു. അത് അവിചാരിതമായ ഒരു വീഡിയോ ഒരു പയ്യനെയും കൊണ്ട് ഞാൻ എടുപ്പിച്ചു. അത് നമ്മുടെ ന്യൂട്രിചാർജിന്റെ പ്ലാറ്റ്ഫോമിൽ അവരെ പ്ലേ ആക്കിയിട്ടുണ്ട്. എന്റെ ഒരു ബുദ്ധിയിൽ അപ്പൊ തോന്നിയതാണത്. അത് വളരെ വണ്ടർഫുള്ളായി. ഈ 59-ാമത്തെ വയസ്സിൽ ഡാൻസ് ചെയ്യാനും പറ്റും. ഞാനങ്ങനെ ഡാൻസ് ഒക്കെ നിർത്തിവെച്ചിരുന്ന ഇപ്പം ന്യൂട്രിചാർജ് വന്നപ്പോൾ കുറച്ച് ഡാൻസ് അന്നേരം ചെയ്യാൻ തോന്നിയ ഒരു മൂടി ഞാൻ ചെയ്താണ്. ഞാനും സൈരന്ദ്രി മാഡം എല്ലാം കൂടെ അങ്ങനെ അടിച്ചു പൊളിച്ച് അവിടുന്ന് വന്ന്. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ സെൽഫ് ചെയ്തു എങ്കിൽ പോലും അതിൽ ഒരു കൂട്ടായ്മയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ താഴെ സ്ട്രോങ് ആൻഡ് എഫിഷ്യന്റ് ആയ ഒരു ടീമുണ്ട്. ആ ടീമിലെ ഓരോരുത്തരെയും ഞാൻ അവിടെ പോയിടും. പ്രത്യേകിച്ച് ആ കുഞ്ഞു വാവാസിലെ അതിനെ ഒത്തിരി തവണ ഓർത്തു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നിരിക്കുക. എന്റെ കയ്യിൽ വലിയ കാശൊന്നും ഉണ്ടായിട്ട് ഞാൻ ചെറുതാ മേടിച്ച, വളരെ തുച്ഛമായ എമൗണ്ടിന്റെ ആ ഗിഫ്റ്റ് എല്ലാവർക്കും മേടിച്ചു. അതെനിക്ക് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ പേർഷ്യന്നൊക്കെ ആൾക്കാർ വരും. പണ്ടത്തെ കാലം, ഇപ്പൊ ഒന്നും നാച്ചുറൽ, ഇപ്പൊ ഒന്നും പ്രശ്നമില്ല. ഞാൻ അവർക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഞാൻ സോ ടയേർഡായിരുന്നു. ഞാൻ വാവാസി കൊടുക്കുമ്പോൾ ആ അസോസിയേറ്റിനുണ്ടായ സന്തോഷം, ഷേർലിമം ഞങ്ങളെ ആരും ഞാൻ മറക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വളർന്നതുമല്ല, എന്റെ സാഹചര്യവും അങ്ങനല്ല. അവരെ ചെറിയ ഗിഫ്റ്റ് പോലും എത്ര സന്തോഷത്തോടു കൂടി മേടിച്ചു. അത് ന്യൂട്രിചാർജിൽ പോയതുകൊണ്ടല്ലേ എനിക്ക് മേടിക്കാൻ പറ്റിയ. കേച്ചേരിന്ന് മേടിച്ചു കൊടുത്താൽ സന്തോഷം ഉണ്ടാവില്ല. അവിടുന്ന് കൊണ്ടുവരുമ്പോൾ അവരെന്നോട് ചോദിച്ചു ഇതിനൊക്കെ ഇവിടെ വലിയ വിലയുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ അതിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ട സാധനമാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് എല്ലാവർക്കും ഞാൻ അത് കൊടുത്തത്. അവർക്കത് വളരെ സന്തോഷം. ഈ എല്ലാവർക്കും 14 പേർക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. 14 പേരോളം ആക്റ്റീവ് ഉണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് തികയാത്തവർക്ക് വീണ്ടും ഞാൻ ബോംബെയിൽ നിന്ന് കൊറിയർ സർവീസ് വരുത്തി. ബാക്കി ഇവിടെ പാലക്കാട് എനിക്കൊരു നല്ല സ്ട്രോങ് ലീഡർ ഉണ്ട്, ലേഡി അസോസിയേറ്റ് ഉണ്ട്. ആ കുട്ടിക്കൊക്കെ ഉള്ളത് ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് പാലക്കാടിന് പോകാൻ പറ്റിയില്ല, അമ്മയ്ക്ക് വയ്യാതായിട്ടല്ല. ഞാൻ പോയേനെ പാലക്കാട്. 2 ലേഡി അസോസിയേറ്റ്, എനിക്ക് ആക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ലേഡി അസോസിയേറ്റ്. അമ്മയൊന്ന് സീറ്റായാൽ അവരുടെ അടുത്തേക്ക് പോകണം. അവർക്കൊക്കെ ഞാൻ ഇവിടെ മേടിച്ചു തരും. അതാണ് നമ്മുടെ ലീഡർഷിപ്പിൽ നിന്നാലും നമ്മുടെ അസോസിയേറ്റിന്റെ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി കൂടുകയാണ്. ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നോട് ചോദിച്ച ചോദ്യമാണ്. അവരെന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, മാമ എന്നാ ഒരു കോട്ട് ഇടുന്നത്. ഞാൻ പറഞ്ഞു, വീരാങ്ങനെ ഞാനിങ്ങനെ രജിസ്റ്റർ കോട്ട് കിട്ടുന്നത് എന്നാന്ന് അറിയില്ല, കിട്ടുമ്പോൾ ഞാൻ ഇടാവെന്നൊക്കെ പറയും. അപ്പൊ മാമ എന്താ മാം കോട്ടിട്ട് വരാൻ? ഞാൻ പറഞ്ഞു, അയ്യോ ഇപ്പോഴും ഞാൻ കോട്ടിട്ടിട്ടില്ല, അത് പ്രത്യേക സാഹചര്യങ്ങൾ ഇടാവെന്നല്ലാതെ എനിക്ക് ആ കോട്ടൊന്നും ഇട്ട് വരാൻ. ഇനിയിപ്പോ വല്ല മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇടാം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴും എനിക്ക് ഓർക്കാൻ വേറൊന്നുമില്ല. രാത്രി ഞങ്ങളുടെ ഫ്ലൈറ്റ് 2:30-ക്കായിരുന്നു. ഞങ്ങൾക്ക് 2:30-ക്കായിട്ട്. അപ്പോഴത്തെ അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടും ഭയങ്കര റഷായി. അഖില മാമിന്റെ മൂർത്തി സാറിന്റെ 7:30-ക്കായിരുന്നു. അഖില മാം എയർപോർട്ടിൽ എത്തിയിട്ട് എന്നെ വിളിച്ചു, ഷേർലി മാം വേറീസ്, ടീമെല്ലാം സുഖം, ഞങ്ങളുടെ കൂടെ കുറച്ചു പേരുണ്ടെന്ന് മാമിന് അറിയാം, കൂടില്ലേ, കംഫർട്ട് സോണിൽ എത്തത്തില്ലേ? അതൊക്കെ മാം ഞങ്ങൾ എത്രയോ താഴെയുള്ള അസോസിയേറ്റ് ആണ്, മാം എത്രയോ ഉയരങ്ങളിലുള്ള ലീഡറാണ്, എന്നിട്ടും മാം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മാം സേഫ് സോണിലാണ്, ഞങ്ങൾ കംഫർട്ട് സോണിലാണ്. അവിടെ ചെന്നപ്പോ ഞങ്ങളെല്ലാം സുഹൃത്തുക്കളായി. അതാണ് RCMന്റെ പ്രത്യേകത. അത് ലഗോ ഒന്നുമില്ല. അവരെല്ലാവരും വീരാങ്കനമാരാണ്, എല്ലാവരും ന്യൂട്രിചാർജിന്റെ അസോസിയേറ്റ്സ് ആണ്. അവിടെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ, പ്രത്യേകിച്ച് സൈരന്ദ്രി മാഡം ഞാനും അങ്ങനെ ഹോട്ടലിൽ പോയി, മലയാളി ഹോട്ടൽ തിരക്കി നടന്നിട്ട് മസാല ദോശ തിന്നു കഴിഞ്ഞാൽ ഒരാൾ കൂടെ വന്ന ആൾക്ക് അത് വൃത്തിയുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ അത് വണ്ടർഫുൾ ആയിരുന്നു. പിന്നെ 2ാമത് ആള് പോയി കഴിച്ചു. അങ്ങനെ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നേഴ്സിംഗ് കാലഘട്ടത്തിലോ
ജോലിയുള്ള സമയത്തോ പോകുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു യാത്രയായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങള് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് എന്നെ സുഭാഷ് സാറ് വിളിച്ചു. എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും വേണ്ട, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് വരും, ഞാൻ കോഴിക്കോടൊക്കെ ഉള്ളപ്പോ 2:30 മണിക്ക് ഇവിടുന്ന് പോയിട്ടുള്ളത്, 3 മണിക്ക് എനിക്കതിന് വരണ്ട, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. സൈരന്ദ്രി മാഡവും ഞാനും സുഖമായി വീട്ടിലെത്തി. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഫ്ലൈറ്റ് വന്നത്, ശോഭന മാഡവും കൂടെ. ഞങ്ങൾ ശോഭന മാഡത്തിന്റെ ബന്ധുക്കൾ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു തന്നു. അങ്ങനെ സുന്ദരമായി ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ വണ്ടർഫുൾ ആയ ഒരു യാത്രയാണ് നമുക്ക് ന്യൂട്രിചാർജ് നൽകിയത്. അപ്പൊ ഞാൻ പറയുന്നത്, അവിടുന്ന് പോരുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു തീരുമാനമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓൾ കേരള പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും ഇത് കേട്ടിട്ട് നമ്മുടെ അസോസിയേറ്റിനെ ആരെങ്കിലും വീരാംഗനമാരായിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ന്യൂട്രിചാർജ് 10,000 ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 25,000-ലേക്കും, 25,000 ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ അവർ 50,000-ലേക്കും വരണം. 50,000 എത്തിയാൽ വളരെ നല്ലത്. നമ്മുടെ ഫാമിലി ഒരാളെ, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ആളെ കൂടെ കൊണ്ടുപോകാം. ഞാൻ 50,000 ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാതായതുകൊണ്ട് ഈ മാസം ഞാൻ 25-ൽ നിർത്തുകയാണ്. എനിക്ക് 50-ലേക്ക് എത്താൻ ഒരു പക്ഷെ പറ്റിയില്ലെങ്കിൽ അത് വിഷമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കട്ടെ. എന്തായാലും ഒരു കാര്യം, നമ്മുടെ അസോസിയേറ്റിലെ എല്ലാവരെയും ഞാൻ 3 പേരെ ഓൾറെഡി വീരാംഗന അതിലേക്ക് പിന്നെ 10,000 PV-യുടെയും ഒരാളെ 25,000 PV-യുടെയും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അവർ കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പേരെ ANCCക്ക് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അവരാ ലിങ്ക് വെച്ച് മാസം തോറും കയറാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ANCC ഡോക്ടർ രാജൻ സാറിന്റെ ടീമിലുള്ള എല്ലാവരെയും ANCC പാസ്സാക്കിക്കണം. അവര് പാസ്സാവാൻ എന്തെങ്കിലും സഹായം, ക്ലാസ്സുകൾ, സാറിന് തിരക്കല്ലേ, എന്തെങ്കിലും എന്റെ ചെറിയ അറിവുകൾ പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് കൂടിരുന്നിട്ട് എക്സാം അവരൊന്ന് പാസ്സായി, അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ, നമുക്കൊരു ക്വസ്റ്റ്യൻ പാടുണ്ട് ഓരോ ലെസണും കഴിയുമ്പോൾ, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത്, നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, പല പ്രാവശ്യം ANCC റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആൻഡ് വണ്ടർഫുൾ ആയ ഒരു റിസൾട്ട് തരും. ഞാൻ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടാണ് പെട്ടെന്ന് ANCC എക്സാം എഴുതിയത്. ഞാൻ നോട്ട് മുഴുവൻ പ്രിപ്പയർ ചെയ്തു, പല പ്രാവശ്യം അത് വായിച്ചു, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയി വാവാസിലെ നമ്മളുടെ വിനീത സുഭാഷ് മാഡം ANCC 92% മാർക്കോടുകൂടി പാസ്സായി. മാമിനോട് ഞാൻ പറഞ്ഞു അധികം നോട്ട് എഴുതുക, പല പ്രാവശ്യം റിവ്യൂ ചെയ്യുക, പല പ്രാവശ്യം എഴുതുക, അതിന്റെ ഒരു മോഡിഫിക്കേഷൻ കറക്കിയിട്ടാണ് അവർ ചോദിക്കുക. അതൊക്കെ ഈസി ആയി പറ്റും മാം, ഞാൻ ഇരിക്കാം, അത് പറ്റും, ചെയ്യാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരത്തി തന്നെ അതിലൊന്ന് ചെയ്ത് 92% മാർക്ക് മേടിച്ചു. അപ്പൊ നമുക്ക് അഭിമാനമല്ലേ, നമ്മളുടെ കൂടെയുള്ള ആൾക്കാരും അതിലേക്ക് വരിക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അതിലേക്ക് എൻകറേജ് ചെയ്യുക. മോട്ടിവേഷനും എൻകറേജ്മെന്റും നമ്മുടെ മനസ്സിനെ ഫുൾഫിൽ ചെയ്യും. കാരണം ഇന്ന് രാവിലെ ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ബിനു സാർ എന്നെ വിളിക്കുമ്പോൾ 9 മണിക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ സാർ ഫുൾ ബ്ലാങ്ക്, എന്റെ മനസ്സിൽ ഒന്നുമില്ല, RCM പോലും ഇല്ല. കാരണം വെച്ചാൽ എന്റെ വീട്ടിലെ സ്ഥിതി ഇതാണ്, എന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കല്ലേ സാർ, എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറ്റില്ല മാമിന് പറ്റും, മാം 10 മിനിറ്റ് കഴിഞ്ഞ് ആലോചിക്കൂ, ചിന്തിക്കൂ. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പം ബിനു സാറിനെ പോലെ ആള് വിളിക്കുമ്പോൾ എനിക്കത് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്നാൽ, ഇത്ര സംസാരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടും വന്നതല്ല. പക്ഷെ സംസാരിക്കാൻ, അതാണ് RCMന്റെ എനർജി, RCM നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞാണ് ഇത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരെയും വീരാംഗനമാരും എല്ലാവരെയും ANCCയും എല്ലാവരും നമ്മുടെ ഒരു ടീമായിരിക്കണം. ഇനി വീരാംഗനമാർ 1000 പേര് വന്നോട്ടെ. 251 പേരുടെ പ്ലാറ്റ്ഫോം മലയാളികൾക്കായി ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നമുക്ക് പറ്റും. നമ്മൾ കോൺഫിഡന്റും എഫിഷ്യന്റും ക്വാളിഫൈഡും ആയാൽ മതി. നമ്മളൊരിടത്ത് ചെന്ന പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പാസിന് ANCC എക്സാം X45ന്റെ ആ ID-യും അത് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ ഈ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു കൊടുക്കുക. ഇത് വിൽക്കാന് നമ്മുടെ ID-യിൽ നമുക്ക് തരുന്നതാണ്. ഇത് കാണിച്ചു കൊടുത്താൽ പിന്നെ ആരും നമ്മളോട് ഒന്നും ചോദിക്കത്തില്ല. ഈ ഒരു ID മാത്രം മതി നമുക്ക് ന്യൂട്രിചാർജ് വിൽക്കാൻ. ന്യൂട്രിചാർജ് വിറ്റാൽ വരുമാനം തരും, സമ്പത്ത് തരും, ആരോഗ്യം തരും, അറിവ് തരും, സൗന്ദര്യം തരും, എല്ലാം തരും. TCG വിഭാവന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നിരിക്കും കുറച്ച് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ട് എനിക്ക് ആകെ ഞാൻ റിട്രോവെറ്റഡ് ആയി പോയ സമയത്ത് ഒരു തലോടൽ പോലെ, നമ്മുടെ വലിയേട്ടൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ബിനു സാറിന്റെ തലോടലാണ് എന്നെ തിരിച്ചിതിലേക്ക് എത്തിച്ചത്. പറയാതിരിക്കാൻ വയ്യ സാർ, ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയിരുന്നു. അവിടുന്ന് അമ്മയുടെ പ്രശ്നങ്ങളാണ്, അമ്മയ്ക്ക് വയ്യാതായപ്പോൾ തന്നെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. ഇപ്പോഴും ഞാൻ ഡൗൺ ആണ്. പക്ഷെ ഇപ്പൊ ഒരു എനർജി വന്നപ്പോൾ അങ്ങ് സംസാരിക്കുന്നു, അതിന് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ RCMലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്കൊരു ടീം ഡെവലപ്മെന്റ് ഇതിൽ വളരെ അർജന്റാണ്. ടീം ഇല്ലെങ്കിൽ നമ്മളില്ല, നമ്മൾ മാത്രമായാലും ടീം ഇല്ല. ടീം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ വളരും.
ടീം ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഓർത്ത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാരില്ലെങ്കിൽ ടീം ഇല്ല. ടീമിന്റെ ലെവലിനെ ഗ്രാസ് റൂട്ടാണ്. ഗ്രാസ് റൂട്ടിലുള്ളവരെ നമ്മൾ നന്നായി എൻകറേജ് ചെയ്യണം. ഇപ്പൊ ഞാൻ തന്നെ ഇന്നിവിടെ ഈ ആശ വിട്ടിരുന്നുകൊണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം. എന്നോട് ഞാൻ ബോംബെക്ക് പോയി വന്നപ്പോൾ എന്നോട് എൻ്റെ ഒരു അസോസിയേറ്റ് പറഞ്ഞതാണ്, 5-ാം തീയതി വരും മാം, ഇത്രയും ദിവസം ഞാൻ സെയിലിന് പോയില്ല. മാം ദിവസവും രാവിലെ എന്നെ വിളിച്ചിട്ട് സെയിലിന് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണ്, അതില്ലാത്ത കാരണം ഞാൻ പോയില്ല എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു സാരയില്ല, ഇനിയുള്ള ദിവസം ചെയ്താൽ മതി. അവർ ചെയ്യാത്തതിന് കുറ്റപ്പെടുത്തിയിട്ട് അവിടെ കാര്യമില്ല. അപ്പൊ അവരോട് അങ്ങനെ സാരയില്ല, ഇനിയുള്ള ദിവസം ചെയ്താൽ മതി. ഓക്കെ മാം വന്നതേ ഞങ്ങൾക്ക് ഉഷാറായി. ഇന്നലെ ഞങ്ങളുടെ വാവാസിൽ ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നോബിൾ ജോസ് സാറിന്റെ സ്റ്റാർ പേൾ അച്ചീവർ ആണെന്ന് തോന്നുന്നു. സാറാ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞാനൊരു അരമണിക്കൂറത്തേക്ക് അവിടെ ചെന്നിരുന്നു. നമ്മുടെ വാവാസ് ഒരു പ്ലാറ്റ്ഫോം അല്ലേ. അവിടെ ചെന്ന സമയത്ത് സാറ് വന്നതേ ചോദിച്ചത് ഇവിടെ ഏത് പ്രൊഡക്റ്റ് ആണ് സെയിൽ ആവാതിരിക്കുന്നത്. ഇപ്പൊ വിനീത സുഭാഷ് മാഡം പറഞ്ഞത് ഇവിടെ ഒരു പ്രൊഡക്റ്റും മൂവ്മെന്റ് ഇല്ലാത്തതില്ല. കാരണം പറഞ്ഞാൽ ഞങ്ങളിപ്പോ വിചാരിക്കും, ഇന്ന് ഞങ്ങൾ എല്ലാവരോടും പറയും, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിടുന്നത് ലിപ് ബാം ആണ്. ലിപ് ബാം എടുക്കും, ഞങ്ങൾ ഇറങ്ങും, ഞങ്ങളത് മുള്ളിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പറയും FMCG എന്തെങ്കിലുമാണ് അതെടുക്കും, അത് കൊണ്ടുപോകും, അത് വിൽക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിനെ എങ്ങനെ നമുക്ക് വളരാൻ അത്യാവശ്യം വേണ്ടത് ഒരു നല്ല എഫിഷ്യന്റ് ആയ ലീഡറുടെ അണ്ടറിലുള്ള ഒരു ഷോപ്പ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്ലാറ്റ്ഫോം വേണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ടീം, ഒരു ക്രീമി ടീം, അതിനെ നയിച്ചുകൊണ്ട് പോകാൻ നല്ല ഒരു ലീഡർ. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ വളരും. അതേ വേണ്ടു. നമ്മളതിങ്ങനെ അവരെ കുഞ്ഞു മക്കളെ പോലെ ചേർത്ത് പിടിച്ച് അതിൽ അവരുടെ കൂടെ ഫീൽഡിൽ പോയി സെയിൽ ചെയ്ത് സെയിൽ എങ്ങനെ ചെയ്യണം, സെയിൽ എങ്ങനെ ചെയ്താൽ വരുമാനം കിട്ടും. ഓരോ ദിവസവും അവര് ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് നിത്യം ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കടയിൽ നിൽക്കാൻ പോകുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം 6000 രൂപ കിട്ടുമെങ്കിൽ അവർക്ക് ഒരു ദിവസം 200 രൂപയാണ് ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. അന്തിയോളം പണിയെടുക്കണം. അപ്പൊ നമ്മൾ പറയേണ്ടി എന്താണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വരൂ, നമ്മളതിൽ ഏറ്റവും കൂടുതൽ മാർജിനും DPയും തമ്മിൽ വ്യത്യാസമുള്ള പ്രൊഡക്റ്റ് എടുക്കണം, അവരെ കൊണ്ട് ഫീൽഡിൽ പോകണം. പ്രൊഡക്റ്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും RCMൽ സജീവമായി വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് കൊണ്ടുപോയി സെയിൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വൈകിട്ട് 200-300 രൂപ കൊണ്ട് അവർ വീട്ടിൽ പോകാൻ RCM വിട്ടു പോകുമോ? പോവില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്രീമി ആൻഡ് ഗുഡ് ടീമിനെ വളർത്തിയെടുത്തത്. എല്ലാവരുടെ കൂടെ ഞാൻ സെയിലിനു അവർ ഓരോരുത്തരും പറഞ്ഞ പോസ്റ്റിൽ അവരെ എത്തിച്ചു. എന്നോട് എൻ്റെ ഒരു അസോസിയേറ്റ് പറഞ്ഞതാ, ചേച്ചി എന്നാ എന്നെ വിളിക്കുന്നു, ചേച്ചി എനിക്ക് ഓപ്പണർ ആവണം, എനിക്ക് കമ്പനിയുടെ ബോണസ് വേണമെന്ന്. ആ മാസം ആ കുട്ടിയെ ഞാൻ ഓപ്പണർ ആക്കി. 20,000 ബിസിനസ് വോളിയം ആ മോൾക്ക് ഞാൻ എത്തിച്ചു. കാരണം അവളുടെ കൂടെ സെയിലിന് പോയി, എല്ലാ ദിവസവും സെയിലിന് പോയി അതിൽ കിട്ടുന്ന ലാഭം ഞങ്ങൾ കൂടെ തിരഞ്ഞെടുക്കും. ബാക്കി പ്രൊഡക്റ്റ് ന്യൂട്രി ചാർജ് ഞാൻ എടുക്കും. ബാക്കി എന്ത് പ്രൊഡക്റ്റ് വിറ്റാൽ ന്യൂട്രി ചാർജ് ഒന്നും എന്നും സെയിലാവില്ല. ബാക്കി അങ്ങോട്ട് പക്ക ആ കുട്ടിക്ക് കൊടുത്തിട്ട് അവിടെ പൊന്തിച്ചു കൊണ്ടുവന്ന് ഓപ്പണർ ആക്കി നിർത്തിച്ചു. അങ്ങനെ നിർത്തി കഴിയുമ്പോൾ അസോസിയേറ്റ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്, അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കൂടെയുള്ളവരെ പിന്നെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പിങ്ക് ക്യൂൻ ക്ലബ്ബ്, അതൊരു ക്ലാസ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോ എന്നെ സജീവ് കുമാർ സാറിന്റെ കുമ്പിടിഞ്ഞാമാക്കിലെ സജീവ് കുമാർ എമറാൾഡ് എന്നാണെന്ന് തോന്നുന്നു സാറിന്റെ പൊസിഷൻ, സാറിന്റെ വൈഫാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്റെ ക്ലാസ് കേട്ടോ, മാം PQCയിൽ വന്നുകൂടെ എന്ന് ചോദിച്ചു. അവൻ അയ്യോ ന്യൂട്രി ചാർജ് ഇങ്ങനെ സെയിൽ ചെയ്തു പോകാൻ PQC ഒന്നും ഞാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ഇട്ട് പോകുന്നത് എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷനുമായി വളരെയധികം അടുപ്പമുള്ളതുകൊണ്ട് ന്യൂട്രി ചാർജിനോട് എനിക്ക് കൂടുതൽ സ്നേഹവും. എനിക്കത് ഞാൻ ധാരാളം രാജൻ സാറിന്റെ യൂട്യൂബ് കണ്ട് നോട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം അതിലൂടെ എനിക്ക് കിട്ടിയ ഹെൽത്ത്, എൻ്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, കാറ്ററാക്റ്റിന്റെ സർജറിക്ക് വെച്ചിരുന്നതാണ് ന്യൂട്രി ചാർജ് വ്യൂ ആൻഡ് DHA 200. ഇത് രണ്ടും ഞാൻ റെഗുലറായി കഴിച്ച് സർജറിയിൽ നിന്നും ഇപ്പം പരിപൂർണമായി സർജറി വേണ്ട എന്നാണ് എന്നോട് പറഞ്ഞു. 1 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത്രയ്ക്കും നല്ല 2 ഫുഡ് സപ്ലിമെന്റ് ആണ് അത്. അത് കഴിച്ചിട്ട് ആ ഒപ്താൽമികസിന് എൻ്റെ കൂടെ ഐഡിയ എടുത്തു. കാരണം വെച്ചാൽ അവര് കണ്ടുകൊണ്ട് കാണാണ്, അവരെന്നെ പോസ്റ്റ് ചെയ്ത് അവരാണ് വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ എന്ത് വേണം? ആ 2 കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് എൻ്റെ കൂടെ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവരെൻ്റെ എല്ലാ മാസവും എൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കും. 1000 PV അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത്രയൊക്കെ അവർക്ക് പറ്റും. അവരൊരു പ്രൊഫഷൻ, അവരെ ഞാൻ നിർബന്ധിക്കുന്നുമില്ല. അവരങ്ങനെ ചെയ്ത് അവര് നല്ല ലെഗായിക്കണവർക്ക് ഇൻകം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അവരെ ഇവിടെ കൊണ്ടുവരാം. അവരിപ്പോ അങ്ങനെ പോട്ടെ. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്. അപ്പം അത് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ എങ്ങനെയോ PQCയിൽ അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടു. PQCയുടെ വശങ്ങളോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു.
PQC രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ടീം വളരാനുള്ള ഒരു സോഴ്സാണ് ഞാൻ രണ്ടാമത് പറയുന്നത്. അപ്പം എന്നെ PQC നേഹ മാം ആഡ് ചെയ്ത് വന്നു. അതോ DC അവിടെ നിന്നാണോന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അപ്പൊ ഞാൻ എന്റെ കൂടുള്ള അനീഷയ്ക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ് അത്രയ്ക്ക് അങ്ങ് സെയിൽ ചെയ്യാൻ കഴിവില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ, നീ ആ സൗന്ദര്യത്തിലേക്ക് പിടിച്ചു PQC, നിനക്ക് ആ കോട്ട് ഞാൻ ഇടിച്ചു തരാം എന്ന് പറഞ്ഞു. ആ കുട്ടിയെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, PQC രജിസ്റ്റർ ചെയ്യിച്ചു. അവളും വന്നു കൂടെ. അവളെ കൊണ്ടുപോയി. അവള് 20,000 DPയുടെ പ്രൊഡക്റ്റ് അവള് സെയിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അപ്പോഴും തരുന്ന ടാർഗറ്റ് എല്ലാം ചെയ്തു. നമുക്കൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കഥ പടയ്ക്കും. നമ്മൾ പറയുന്നത് നമ്മള് എന്തെങ്കിലും ക്യാൻസർ എന്ന രോഗത്തെ ഇല്ലാതാക്കുന്നതിന്റെ ബോധവൽക്കരണം അങ്ങനെ പറഞ്ഞിട്ട് ചെന്നിട്ട് സൗന്ദര്യത്തിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിക്കേ, സൗന്ദര്യം വേണ്ടെന്ന് ഒരു പെണ്ണും പറയില്ല. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ ചേച്ചി, നിങ്ങളുടെ മുഖത്തേക്ക് കറുപ്പ് നിറം പോകും, നിങ്ങളുടെ മുടി നന്നായി വളരും. അപ്പൊ നമ്മുടെ മുഖവും നമ്മുടെ മുടിയും നന്നായിരിക്കണം, ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ അവിടെ വില പേശത്തില്ല. നമ്മുടെ ചുണ്ടു നോക്കൂ, ഈ ലിപ് ബാമിൽ സ്ട്രോബെറി, ജോജോബ ഓയിൽ, ഷിയ ബട്ടർ, വൈറ്റമിൻ ഇ അടങ്ങിയതാണ്. ഇത് നല്ലതാണ്. ഗ്രാജുവലി ഉപയോഗിച്ചാൽ പിഗ്മെന്റേഷൻ മാറും. 6 മാസം. അപ്പൊ ഈ സൈഡിലൊക്കെ എല്ലാ പെണ്ണുങ്ങളുടെയും അത്ര കളർ കുറഞ്ഞവരുടെയും ഒക്കെ ഒരു കറുപ്പ് നിറം കാണും. പെണ്ണുങ്ങളൊക്കെ അത് പീൽ ചെയ്യാൻ പോയിരിക്കുക. പീലിന് പോണേ 1500 രൂപയാണ്. അതിലും നല്ലതല്ലേ 279 രൂപയുടെ നമ്മുടെ പ്യുവർ കണ്ടന്റ് ആയ ആ പ്രൊഡക്റ്റ്. അങ്ങനെ പറഞ്ഞ് അവരെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം 179 രൂപയാണ്. ഇനി അഥവാ ഒരു കസ്റ്റമർ നമ്മളോട് അതിന് വില കൂടുതലാണ്, എനിക്ക് കിട്ടുന്ന ലാഭം 29 രൂപ ഞാൻ കുറയ്ക്കുന്നു, നിങ്ങൾ 250 രൂപ തന്നോളൂ എന്ന് പറഞ്ഞാൽ പോലും 150 രൂപ നമുക്ക് ലാഭം. ഒരു ദിവസം ഒരു ലിപ് ബാം വിറ്റാൽ പോലും നമുക്ക് 180 രൂപയാണ് കിട്ടുക. അങ്ങനെ നമ്മൾ PQC മെമ്പർഷിപ്പ് ചെയ്ത് അത് ഉപയോഗിക്കുമ്പോൾ അതിന് ഗുഡ് ഗുണങ്ങളുള്ളതാണ്, കണ്ടീഷണർ ഗുണങ്ങളുള്ളതാണ്. ഇപ്പം നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് സിറം വന്നിട്ടുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ക്രീം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം നല്ല. നമ്മുടെ ബാഗ് വേണം കയ്യിൽ കേട്ടോ. PQCയുടെ ഒരു ബാഗ് ഉണ്ട് നമ്മുടെ PQCക്ക്. ആ ബാഗിൽ ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊണ്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയാണ് എന്റെ 20,000 DPയുടെ പ്രൊഡക്റ്റും വിറ്റു. ആ കോട്ടും എനിക്കിപ്പോ ഉടൻ തന്നെ കിട്ടും. എന്റെ കൂടെയുള്ള അസോസിയേറ്റ്, ഞാൻ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്യുന്നത്, എല്ലാം എന്റെ അസോസിയേറ്റിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്. അതാണ് ഞങ്ങളുടെ ടീമിന് ഞങ്ങൾ വണ്ടർഫുള്ളായ ഒരു പേരിട്ടുണ്ട്, ലേഡി ക്യൂട്സ്. സ്ത്രീകൾ മാത്രമുള്ള ഒരു സംരംഭമാണത്. അതിന് പുരുഷന്മാരാരും ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും വിസയുടെ വന്നിട്ട് പുരുഷന്മാർ വരുമോ എന്നിട്ട്. ഇപ്പോൾ ഉള്ള മെയിൻ ലെഗ് മുഴുവൻ സ്ത്രീകൾ മാത്രമുള്ള ഒരു സംരംഭമാണ്. അത് ലേഡി ക്യൂൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിലൂടെ ഞങ്ങൾ വീരാംഗനമാരെയും നിരഞ്ജനമാരെയും വാർത്തെടുക്കാൻ. ഇനി അടുത്തായിട്ട് ഞാൻ ടാർഗറ്റ് ഇടുന്ന എല്ലാ സ്കൂളുകളിലും ഹെൽത്ത് ക്യാമ്പയിൻ നടത്തുക. നമ്മുടെ ആർത്തവത്തെ സംബന്ധിച്ചുള്ള ക്യാമ്പയിൻ സരോജാദേവി ഫൗണ്ടേഷന്റെ ഭാഗമായി സ്കൂൾ തുറക്കുന്നതോടെ നല്ലൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലൂടെ വലിയ നേട്ടങ്ങൾ നടത്താം. നമ്മുടെ ഒന്നും കാണിക്കാം, നമ്മുടെ ഈ 3 ഐഡന്റിഫിക്കേഷനുമായിട്ട് അവിടെ ചെന്നാൽ മതി. അവർ നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിക്കും. എന്നെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ 14 സ്കൂളിന്റെയും ഹെഡായിരുന്നു ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഞാൻ പോസ്റ്റ് റിട്ടയർഡായി, ഞാൻ ഇന്ന പോലാണ് എന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതൊരു പരിധി വരെ വിജയിക്കുമെന്നാണ് എന്റെ ധാരണ. അതോടൊപ്പം എന്റെ കൂടെയുള്ളവരെയും കൊണ്ടുപോകണം, അവരും കൂടെ അത് പഠിക്കണം. ഞാൻ നാളെ ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ ഇതിലൂടെ വളർച്ചയിലേക്ക് എത്തിക്കണം. അപ്പൊ അവരെപ്പോഴും എന്നെ ഓർക്കും. ഷേർലി മാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ന പോലെ ചെയ്തിരുന്നു എന്ന് പറയാൻ, സ്വയം പര്യാപ്തയിലൂടെ അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനാണ് എന്റെ വിചാരം മുഴുവൻ. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നേ വീരാംഗന എന്ന വാക്കിനും ആ കോട്ടിനും വളരെയധികം പ്രാധാന്യമുള്ളതുപോലെ PQCയുടേത് 3 കോട്ടുകൾ ഞാൻ ഇതിൽ വരുമ്പോൾ ആഗ്രഹിച്ചു. 1 നമ്മളുടെ വീരാംഗന കോട്ട്, 2 PQC കോട്ട്, 3 ഇനി ഒരു കോട്ട് കൂടെ ഉണ്ട്. ആ കോട്ട് കൂടെ ഇതിൽ നേടണമെന്നാണ് വിചാരം. അറിയില്ല, എനിക്കറിയാത്തോണ്ട് അതിനെപ്പറ്റി പറയാൻ എന്താ പറയുക, അതിന് ആവോ ഇല്ലയോ എന്ന് അമ്മയ്ക്ക് വയ്യ. അങ്ങനെ ഒരു സാഹചര്യമാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പോകും, ഒരു അരമണിക്കൂർ വാവാസി പോകും, വാവാസിയിൽ ഞാൻ ഓടിപ്പോരും. വാവാസി ഇസ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. ഞാൻ എന്ത് പ്രൊഡക്റ്റ് പറഞ്ഞാലും വിതിൻ മണി. ഇന്ന് വിളിച്ചു പറയും, വിനീതമ്മ എനിക്ക് നാളെ ഇത്ര ഗെയിനർ ഷോർട്ടേജ് തോന്നുന്നുണ്ട്, ഗെയിനർ വേണം, ഇത്ര BJ വേണം, ഇത്ര. ഞാനൊരു വെജൊമേഗയൊക്കെ ഒരു മാസം 35ഓളം വിൽക്കുന്ന ആളാണ്. വെജൊമേഗ ഒന്നും വിൽക്കാൻ ഒരു പ്രയാസവും ഇല്ല, എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കാം. അതിന്റെ ജെല്ല് പോലും വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകും. നമുക്കത് കാണിച്ചു കൊടുത്താൽ മതി. ഒരു എണ്ണം പൊട്ടിച്ച് കൈ വെക്കുക, അത് കൊണ്ടങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ തന്നെ ന്യൂട്രിചാർജ് കിഡ്സ് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, മാം എന്റെ കിഡ്സ് തീർന്നു, കൊണ്ട് തരണം. എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ റെഗുലറായി എനിക്കുള്ള കൺസിസ്റ്റന്റ് ആയുള്ള ന്യൂട്രിചാർജ് സെയിലാണ് ഞാൻ വന്നപ്പോൾ മുതൽ കൊടുക്കുന്നത്. അവരുടെ ആരുടെയും കിഡ്നിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അവരൊക്കെ
നല്ല ഹെൽത്തി ആൻഡ് ക്യൂട്ട് ആൻഡ് ഗുഡ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ 2-3 കാര്യം ഡോക്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പാനൽ എന്റെ പിന്നിലുള്ളത് കൊണ്ട് ഞാൻ വേറെ കുറെ എക്സ്പെരിമെന്റ്സും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അത് നടക്കുമോ എന്നറിയില്ല. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ അമ്മ എഴുന്നേറ്റിരുന്നാൽ മാത്രമേ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെ ഹസ്ബൻഡ് നാട്ടിൽ വരണം. ഹസ്ബൻഡ് വന്നാലും അമ്മയെ നോക്കാൻ ഹസ്ബൻഡിനെയും കൊണ്ട് ഒരു പരിധിക്ക് അപ്പുറം പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഒരു നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒരു നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം വേണം. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന RCM ഷോപ്പാണ്. RCM ഷോപ്പ് നല്ലതാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ ക്രീമി ആയ ഒരു 10-15 പേരെയും നമ്മൾ വാർത്തെടുത്താൽ നമ്മുടെ ടീമിൽ നമ്മൾ നിന്നുകൊടുത്ത് അവരുടെ ഒപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കരുത്, നമ്മൾ അവരുടെ കൂടി അവർക്ക് നിത്യം വരുമാനം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. അതില് നിത്യവും എന്റെ അസോസിയേറ്റ് എല്ലാം സെയിലിലൂടെ വളർന്ന ടീമാണ്. ഒരു PV പോലും അടിച്ചിടാതെ ഇന്ന് ഞാൻ വിന്നർ നിൽക്കുന്നു. എന്റെ താഴെയുള്ള 13 പേരും 13 പൊസിഷനിൽ നിൽക്കുന്നു. അവര് വരാതെ ഞാൻ മുകളിലേക്ക് പോവുകയില്ല. അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ. അതാണ് എന്റെ വിശ്വാസം. അവരില്ലെങ്കിൽ ഞാനില്ല. അതാണ് B സൈഡ് ആയാലും A സൈഡ് ആയാലും എല്ലാം അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ. അവർക്ക് ഓരോരുത്തരോടും ഞാൻ മാസത്തിന്റെ 5-ാം തീയതിക്കുള്ളിൽ ഞാനും എന്റെ അപ്ലൈൻ ലീഡറായ രമ്യ ജിജുവും കൂടെ തീരുമാനിക്കും ഈ മാസം എന്താണ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കും. ഇനി രമ്യക്ക് പറ്റിയില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് രമ്യ ജിജുവിനോട് ചോദിക്കാൻ ഞാൻ ഒന്നും ചെയ്യില്ല. രമ്യ ജിജു ഇങ്ങോട്ടും അങ്ങനെയാണ്. എന്റെ വണ്ടർഫുൾ അസോസിയേറ്റ് ലീഡറാണ്, ഗ്രേറ്റ് അപ്ലൈൻ ലീഡറാണ് രമ്യ ജിജു. രമ്യ ഇന്ന പോലെ ചെയ്യേണ്ടേ മതിയല്ലിച്ചിയുടെ അഭിപ്രായം പറയുമെന്ന് പറയും, ഇന്നതാണ്. അപ്പൊ അങ്ങനെ പോകട്ടെ മോളേന്ന് വിളിക്കും, കൊച്ചു പെണ്ണാണ് അവള്. അപ്പൊ ഓക്കെ ചേച്ചി എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഇന്ന് വരെ ഞങ്ങളുടെ ടീം വണ്ടർഫുൾ റിസൾട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം ഇങ്ങനെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് എന്താവുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും എന്താ പറയാ, ട്രൈ മൈ ലെവൽ ഓഫ് ബെസ്റ്റ് അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിന് മാത്രമായിട്ടൊരു വീരാംഗന ക്ലബ് ഉണ്ടാകട്ടെ. കേരളത്തിലെ എല്ലാ സ്ത്രീകളും സ്വയം ശാക്തീകരണത്തിലും സ്വാശ്രയത്തിലും എത്തട്ടെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും PQC എല്ലാവരും ചെയ്യൂ. PQCയും ചെയ്യുക, ന്യൂട്രിചാർജ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. അതിലൂടെ FMCG ഒക്കെ പൊക്കോളും. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഐഡിയ എടുത്ത് ഷോപ്പിൽ വരുമ്പോൾ FMCG മുഴുവൻ അവിടെ ഇരിക്കും. ഇനി കടല വരാൻ പോകുന്നു, ഗ്രീൻ പീസ് വരാൻ പോകുന്നു, കടുക് വരാൻ പോകുന്നു, ചക്കര വരാൻ പോകുന്നു. അങ്ങനെ എല്ലാം വരുന്ന പിന്നെ നമ്മുടെ ആൾക്കാർ എങ്ങോട്ടേലും പോയി ഇതൊക്കെ മേടിക്കുന്ന ആൾക്കാരെ മറ്റേത് മേടിക്കാനും നമ്മുടെ ഷോപ്പിൽ. അപ്പൊ നമുക്ക് എല്ലാത്തിനും അസോസിയേറ്റിനെ ആക്കാം. അപ്പൊ നമ്മള് എന്താണോ ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്, എന്റെ നോട്ടത്തിൽ PQC ആണ് ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ന്യൂട്രിചാർജ് പറയുമ്പോൾ 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് സൗന്ദര്യം പറയുമ്പോൾ പെട്ടെന്ന് ആകൃഷ്ടരാണ്. അതിലൂടെ അപ്പൊ നമ്മളോട് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഇത് മാത്രം ഉപയോഗിച്ചിട്ടില്ല, ഈ ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെന്റ് കൂടെ നിങ്ങൾ ഉപയോഗിക്കും. ഇതിന്റെ കണ്ടന്റുകൾ ഓരോന്നായി പറഞ്ഞു കൊടുക്കുക. എന്റെ ബെഡ്റൂമിൽ ഇരിക്കുന്ന രാത്രിയായിട്ട് ഇത് രണ്ടേ ഉള്ളൂ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടില്ല. എല്ലാ ഫുഡ് സപ്ലിമെന്റും ഏകദേശം ഉണ്ട്. അത് കഴിക്കൂ എന്ന് പറയുമ്പോൾ അവര് പറയും ഇത് കഴിച്ചാൽ എങ്ങനാ? അപ്പൊ കഴിച്ചാൽ ജീവനോട് ഞാൻ 1.25 വർഷമായി RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയല്ലേ. അപ്പൊ പിന്നെ എനിക്കൊന്നും പറ്റിയില്ല, എന്റെ വീട്ടിലുള്ളവർക്ക് പറ്റിയില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കഴിച്ചാൽ? നിങ്ങൾ കഴിക്കൂ. ഞാനില്ലേ ഇത്രയടുത്ത് എന്തെങ്കിലും കൊണ്ട് എന്നെ ഫോൺ ചെയ്തോളൂ. ഫോൺ എടുത്തില്ലെങ്കിൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. കറക്റ്റ് ഫോളോ അപ്പ് വേണം. നമ്മൾ എന്ത് കാര്യത്തിനും കറക്റ്റ് ഫോളോ അപ്പ്, കറക്റ്റ് ഷെഡ്യൂൾഡ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രീമിയായ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല അസോസിയേറ്റും നല്ല ലീഡേഴ്സുമുള്ള ഒരു നല്ല പ്രസ്ഥാനമായി RCMനെ കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ഇത്രയും നല്ല ഒരു പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഞാൻ റിട്ടയർമെന്റ് ശേഷം ഒരു ഹോസ്റ്റൽ തുടങ്ങാനിരുന്ന എന്നെ RCM എന്ന മഹാപ്രസ്ഥാനത്തിൽ, മഹാസമുദ്രത്തിന്റെ ഒരു ചെറിയ തുള്ളിയാവാൻ, അതിലൊരു ചെറിയ തുള്ളി, ഒരു 1 ഡ്രോപ്പ് പോലും അല്ല, ഞാൻ ഒരു തുള്ളിയാവാൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ 4.5 കോടി ജനങ്ങൾ, 4 കോടിയിലധികം ജനങ്ങൾ RCM ID ഉള്ളതിൽ നിന്നും 251 പേരെ വീരാംഗനമാരായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഓർത്തോ, കേരളത്തിൽ ഉള്ളവരെല്ലാവരും ശ്രമിച്ചാൽ വീരാംഗന എന്ന ഒരൊറ്റ സെഗ്മെന്റ് മതി എല്ലാ ലീഡേഴ്സും സുരേന്ദ്ര വാഡ് സാർ ആവാനും, അതോടൊപ്പം നമുക്ക് ഓർക്കും സഫേർ മൂർത്തി സാറിനെ പോലെ സഫേർ ആവാനും ഒക്കെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ന്യൂട്രിചാർജ്. നമ്മുടെ കൂടുള്ളവരെ വീരാംഗനമാരും വീറുമാരുമാക്കി ഒരു 10,000 20 അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, തുമ്പിയം കൊണ്ട് കല്ലെടുപ്പിക്കരുത്.
അവരെ ചേർത്ത് പിടിച്ച് ANCC പഠിപ്പിച്ച് വീരാംഗനയിൽ ജോയിൻ ചെയ്യിച്ച് അവർക്ക് പറ്റുന്ന സംശയങ്ങൾ നമ്മളാൽ കഴിവുള്ളത് നമ്മൾ അവർക്ക് കൊടുത്ത് അവരെ സ്വയം മുകളിലേക്ക് കൊണ്ടുവന്നാൽ RCM എന്ന മഹത് പ്രസ്ഥാനം, അതോടൊപ്പം സൗന്ദര്യവും ആയിക്കോട്ടെ, മഹത് പ്രസ്ഥാനം എല്ലാ കോഡുകളും ഏതൊക്കെ ഐഡിയിൽ ചെന്നാൽ ആ കോഡുകൾ ഇട്ട് അവിടെ ഇരുന്നുകൂടെ? അതിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റി അല്ലേ വരിക? ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണം. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ആൾ നമ്മളാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കൂ. ഞാൻ 80,000 കഴിഞ്ഞ മാസം 80,000-ൽ കൂടുതൽ സെയിൽ ചെയ്തു. ഈ മാസം 50 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 25,000 PV ന്യൂട്രിചാർജ് എടുക്കുമ്പോൾ 50-ന് മേളിൽ പോയിട്ട് പിന്നെ എന്റെ വീട്ടിലേക്ക് വേണ്ട 60-ന് മേളിൽ എന്തായാലും ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ ഇരുന്ന് സെയിൽ ചെയ്തതാണ് ഇത് മുഴുവൻ. അപ്പൊ എല്ലാവർക്കും പറ്റും. പ്രൊഡക്റ്റ് ആദ്യം നമ്മൾ പ്രൊഡക്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും പഠിക്കണം. പ്രൊഡക്റ്റ് നമുക്ക് കാണാപ്പാടമായാൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റൂ. 100 സംശയങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റി കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവ്. പ്രൊഡക്റ്റ് നോളജ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ വേണ്ടത് കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവ്. അത് കഴിഞ്ഞാൽ അത് സെയിൽ ചെയ്യിക്കാനുള്ള കഴിവ്. പിന്നെ അതിലൂടെ വരുമാനം ഉണ്ടെന്ന് അസോസിയേറ്റ്. ഇത്രയൊക്കെ ചെയ്താൽ നമ്മൾക്ക് വളരാൻ വേണം. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം അഫോർഡബിൾ വിലയ്ക്ക് നമുക്ക് തന്ന TCGയെ ശിരസാ നമിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു എന്റെ മനസ്സിന്റെ കുറെ വിഷമങ്ങൾ മാറാൻ, എന്നെ ഒരു എനർജറ്റിക് വേയിലേക്ക് കൊണ്ടുവരാൻ ഒരു ടോക്കിന് അവസരം തന്ന ബിനു സാറിനെ നന്ദിയോട് സ്മരിക്കുന്നു സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.